ഹായ് ഓൾ, എല്ലാവർക്കും നീൽസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ചറിലെ മൊഡ്യൂൾ 2 അതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതായത് ഇലക്ട്രോസ്റ്റാറ്റി, അതുപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചു, പിന്നെ AC കറണ്ട്, പിന്നെ മാഗ്നറ്റിസം. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് മെയിനായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് അത്ര ഡെപ്തിൽ സിലബസിൽ വരാത്തത് കൊണ്ട് ജസ്റ്റ് ആ സെമി കണ്ടക്ടേഴ്സിന്റെ ബേസിക്സും അതുപോലെ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയർ, ഇതിന്റെയൊക്കെ ബേസിക് കാര്യങ്ങളെ നിങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഡെപ്തിൽ നമുക്ക് പഠിക്കാനില്ല. എന്തായാലും നമുക്ക് ഇത് ഡീറ്റെയിൽ ആയി നോക്കാം. പിന്നെ അതുപോലെ ഇത് റിലേറ്റഡ് PYQ, അതുപോലെ കുറച്ച് MCQ ഉണ്ട്, അതും ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് സെമി കണ്ടക്ടർ എന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എന്താണ് സെമി കണ്ടക്ടർ? ആ വാക്കിൽ തന്നെ ഉണ്ട്. അതെന്താ? അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഒക്കെ എന്താ അവസ്ഥ? നമുക്കറിയാം, നോർമലി നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാ പറയാറുള്ളത്? അതായത് മെറ്റൽസ്, ദെൻ സെമി കണ്ടക്ടേഴ്സ്, പിന്നെ ഇൻസുലേറ്റേഴ്സ് അല്ലേ? അതില് മെറ്റൽസ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സിഗ്മ എന്താണ് വരുന്നത്? മെറ്റൽസിന് വളരെ വലിയ വാല്യൂ ആണെന്ത്? അതിന്റെ കണ്ടക്ടിവിറ്റി. അതുപോലെ അതിന്റെ റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ വളരെ കുറഞ്ഞ റെസിസ്റ്റിവിറ്റി ആണ് ആർക്കുള്ളത്? മെറ്റൽസിനുള്ളത്. അതേസമയം സെമി കണ്ടക്ടേഴ്സ് ആണ് എങ്കിൽ അതിന്റെ കണ്ടക്ടിവിറ്റി എന്താണ് വരുന്നത്? അതായത് ഇൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ഇൻസുലേറ്റർ. അതായത് നമുക്കറിയാം, ആ ഇൻസുലേറ്റേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എന്താണ്? വളരെ മൈന്യൂട്ട് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, കാരണം എന്താ? അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. അപ്പൊ എന്തായാലും ഈ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ സെമി കണ്ടക്ടർ ഈസ് എ മെറ്റീരിയൽ ഹൂസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ ദാറ്റ് ഓഫ് കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു എന്നുള്ളൂ. ഇനി നമ്മുടെ ഇതിന്റെ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? യെസ്, ഏതൊക്കെയാണ്? നമുക്കറിയാം, ടെമ്പറേച്ചർ ഇല്ലേ? ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഓക്കെ, അതേപോലെ ലൈറ്റ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇപ്പൊ ഈ മെറ്റീരിയലിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്നൊക്കെ പഠിക്കുന്നത്. നമ്മൾ N ടൈപ്പ്, P ടൈപ്പ് ഒക്കെ പഠിക്കുന്നുണ്ട്. എന്തായാലും ആ ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡോപ്പിംഗ്, ടെമ്പറേച്ചർ, അതുപോലെ ലൈറ്റിന്റെ പ്രസൻസ്, ഇങ്ങനെയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റിനെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ മേ ബി നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആയി ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഏതൊക്കെ ജനറലായി നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾസ്? യെസ്, ഏതൊക്കെയാണ്? നമുക്കറിയാം, മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സിലിക്കൺ അല്ലേ? ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് സിലിക്കൺ. പിന്നെ അടുത്തതാണ് ജെർമേനിയം, പിന്നെ ഏത്? ഗാലിയം ആഴ്സനൈഡ്. ഓക്കെ, പിന്നെ വേറെയും ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ബേസിക്കായി പഠിക്കാനുള്ളത് സിലിക്കൺ, അതുപോലെ ജെർമേനിയം, പിന്നെ ഗാലിയം ആഴ്സനൈഡ് ആണ്. ഇതെന്തായാലും ഈ 3 എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ദെൻ ഇനി ഏതൊക്കെ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്? പറയൂ, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? നമുക്കറിയാം, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, അതുപോലെ എക്സ്ട്രിൻസിക് ഉണ്ട്. എന്താണ് ഇൻട്രിൻസിക്? നിങ്ങൾക്ക് അറിയുന്നതന്നെ, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. പറയൂ, എന്താണ് ഇൻട്രിൻസിക്? യെസ്, ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ എന്താ? ആ സെമി കണ്ടക്ടേഴ്സ് അതിന്റെ പ്യുവർ ഫോമിലാണ്. അതായത് ഇപ്പൊ സിലിക്കൺ ആണ് നമ്മുടെ സെമി കണ്ടക്ടർ എങ്കിൽ അവിടെ എന്ത്? പ്രത്യേകിച്ച് ഒരു ഇമ്പ്യൂരിറ്റീസും അതിലുണ്ടായില്ല, അല്ലെങ്കിൽ ആ സിലിക്കന്റെ പ്യുവർ ഫോമിലുള്ള ആ മെറ്റീരിയലിനെ, അല്ലെങ്കിൽ ആ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സെമി കണ്ടക്ടേഴ്സിൽ എന്തൊക്കെ ഉണ്ടാവും? പറയൂ. അതില് കാരിയേഴ്സ് ഏതൊക്കെയാണ്? സെമി കണ്ടക്ടേഴ്സിൽ നമുക്കറിയാം, അതിലെന്തുണ്ട്? ഇലക്ട്രോൺസും ഉണ്ട്, അതുപോലെ ഹോൾസും ഉണ്ട്, ഇല്ലേ? അതില് ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതില് എത്ര ഹോൾ ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ, അത്രയും എന്തുണ്ടാവും? അത്രയും ഹോൾസും ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ഹോൾസ് ആണ് ഏതില്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ. ഓക്കെ, പിന്നെ വേറൊരു പ്രോപ്പർട്ടി അറിയാം, എന്താ? 0 കെൽവിനില് ഇതെന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് ആര് നിൽക്കുക? നമ്മുടെ സെമി കണ്ടക്ടർ ബിഹേവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക, ബേസിക് കാര്യം തന്നെ പറഞ്ഞത്. അതായത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ
0 കെൽവിനിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? അതൊരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ പ്യുവർ സിലിക്കൺ, അതുപോലെ പ്യുവർ ജർമ്മനി ഒക്കെ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, അതിൽ എത്രമാത്രം ഹോൾ ഉണ്ടോ, നമ്പർ ഓഫ് ഹോൾസ് ഈക്വൽ ടു എന്തായിട്ട് വരും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇനി എന്താണ് എക്സ്ട്രിൻസിക്? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡോപ്പിംഗ് എന്നുള്ള മെത്തേഡ്. അതായത് നമ്മുടെ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യും. അതായത് ഇംപ്യൂരിറ്റീസ് മീൻസ് നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാം? ഒരു പെന്റാവാലൻ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാം. അതായത് എന്ത്? ഗ്രൂപ്പ് 15 എലമെന്റ് അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാം. നമ്മുടെ ബോറോൺ ഫാമിലി പഠിക്കുന്നുണ്ടല്ലോ, അതായത് ഗ്രൂപ്പ് 13 എലമെന്റ്സിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് 2 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, അതുപോലെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ആഡ് ചെയ്യുക? അതെന്ത് ചെയ്താൽ മതി? നമ്മുടെ പ്യുവർ സിലിക്കൺ അല്ലെങ്കിൽ ജർമ്മേനിയത്തിനെ എന്ത് ഡോപ്പ് ചെയ്താൽ മതി? ഒരു പെന്റാവാലൻ ആറ്റം കൊണ്ട് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി കൊണ്ട് ഡോപ്പ് ചെയ്താൽ മതി. അതായത് ഒരു പെന്റാവാലന്റ് നമുക്കറിയാം ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആയ, അതായത് ആഴ്സനിക്, നമ്മുടെ ഫോസ്ഫറസ്, ആന്റിമണി. ഓക്കെ, ഇതൊക്കെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ദെൻ ഇനി ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ നിങ്ങൾ പറയൂ, എൻ ടൈപ്പിൽ എന്താണ് മെജോറിറ്റി കാരിയർ? എൻ ടൈപ്പ് ആണെങ്കിൽ യെസ്, എൻ ടൈപ്പിൽ ഏതാണ്? ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. അതുപോലെ മൈനോറിറ്റി കാരിയേഴ്സ് ഏതാണ്? ഹോൾസ് ആണ്. ഇനി അതേപോലെ നമുക്കറിയാം, ഞാൻ എൻ്റെ പ്യുവർ സിലിക്കണിലേക്ക് ഒരു ഗ്രൂപ്പ് 13 എലമെന്റ്സിനെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബോറോൺ, അല്ലെങ്കിൽ അലുമിനിയം, അല്ലെങ്കിൽ ഗാലിയം, ഓക്കെ, തുടങ്ങിയ മെറ്റീരിയൽസ് ആണെന്ത് ഞാൻ എൻ്റെ സിലിക്കണിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പൊ ഗ്രൂപ്പ് 13 ആണെങ്കിൽ അതിന്റെ വാലൻസ് എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? വാലൻസ് 3 ഇലക്ട്രോൺസ് അല്ലേ? സിലിക്കണിലാണെങ്കിൽ വാലൻസ് 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മുടെ ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടുമ്പോൾ, അതായത് നമ്മളൊരു ട്രൈവാലന്റ് ഇംപ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മനസ്സിലാക്കാലോ. അതായത് നമ്മുടെ സിലിക്കൺ ആറ്റം എങ്ങനെ ബോണ്ട് ചെയ്യാം? ഇപ്പൊ ബോറോൺ ആഡ് ചെയ്തെങ്കിൽ നമുക്കറിയാം ബോറോണിൽ എത്ര ആറ്റം വാലൻസേ ഉള്ളൂ? വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ, 3 ഉള്ളൂ. അപ്പൊ ഈ സിലിക്കണായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ ഈ 3 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബോണ്ടിങ്ങിൽ ഏർപ്പെടുള്ളൂ. ഓക്കെ, ബാക്കി ഒന്ന് എന്തായിരിക്കും? ഒന്ന് വേക്കന്റ് ആയിരിക്കും. അതായത് നമ്മൾ അറിയാം വേക്കന്റ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നോക്കുമ്പോൾ ഈ ബോറോണിന്, ഈ 4ാമത്തെ ബോറോണിന് എന്താണ്? ഇവിടെ ഒരു ഹോൾ ആയിട്ട് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വേക്കന്റ് ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവുക. അതാണ് എന്ത്? നമ്മുടെ സിലിക്കണുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടാം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ മെറ്റീരിയലിൽ അല്ലെങ്കിൽ ആ കണ്ടക്ടേഴ്സിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ മെജോറിറ്റി ഉണ്ടാവുക ഹോളാണ്. അപ്പം മൈനോറിറ്റി ഉള്ളത് എന്താണ്? ഇലക്ട്രോൺ ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് ജസ്റ്റ് അതിന്റെ ഇമേജ് ജസ്റ്റ് നോക്കാം. നമ്മൾ പഠിച്ചത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതിൽ ഫസ്റ്റ് ഇമേജ് ആണ് നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് നോക്കൂ. അതായത് ഇപ്പൊ എന്താ പറയാ, സിലിക്കൺ ആണെന്ന് കരുതുക. ഓക്കെ, നമുക്കറിയാം സിലിക്കണിന്റെ വാലൻസ് 4 ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സെൻട്രലിലെ സിലിക്കൺ നോക്കൂ. അതായത് ഈ ഓരോ സിലിക്കണും എന്താണ്? തൊട്ടടുത്ത മറ്റ് 4 സിലിക്കൺ ആറ്റവുമായിട്ടാണ് ബോണ്ടിങ് ഏർപ്പെട്ടിട്ടുള്ളത്, അല്ലേ? അങ്ങനത്തെ വാലൻസ് കംപ്ലീറ്റ് ആവും. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോസ് ഇതിപ്പോ 0 കെൽവിനിലെ നേച്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സപ്പോസ് ഇതിൽ ഒരു ഇലക്ട്രോണ് ചെറിയ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് ചാടി എന്ന് വെക്കുക. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഇപ്പൊ ഒരു ഇലക്ട്രോൺ ഇവിടെ പുറത്തേക്ക് ചാടി, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഒരു ഹോൾ ഉണ്ടാവും. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രമാത്രം ഇലക്ട്രോൺ ഫോം ചെയ്തു, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായോ, അത്രമാത്രം എന്തുണ്ടാകുന്നുണ്ട്? അവിടെ ഹോള് ഉണ്ടാകുന്നുണ്ട്. ഏതില്? ഇൻട്രിൻസിക്കിന്റെ കേസിൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ നേരത്തെ വിളിച്ചത് നമ്പർ ഓഫ് ഹോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാൻ കാരണം, ഇൻട്രിൻസിക്കിൽ എന്താണ്? എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ടോ അത്രയും ഹോൾസ് മാത്രമേ അതിൽ ഉണ്ടാവുന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പി ടൈപ്പ് സെമി കണ്ടക്ടർ, നമുക്കറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്? ഗ്രൂപ്പ് 13 അല്ലേ? ഗ്രൂപ്പ് 13, അതായത് നമുക്ക് ബോറോണോ അല്ലെങ്കിൽ അലുമിനിയോ ഒക്കെ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കാം, നേരത്തെ പറഞ്ഞ അതേ കേസ് ഇവിടെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ സിലിക്കൺ പകരമായിട്ട് ആര് വന്നു? നമ്മുടെ ബോറോൺ വന്നു, അല്ലേ? അല്ലെങ്കിൽ ഒരു ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി വന്നു. അപ്പൊ ബോറോൺ വന്ന സമയത്ത് ഇവിടെ നോക്കൂ,
ഇവിടെ ഈ സിലിക്കണുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടത് എന്താ? 3 മാത്രമേ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ കഴിയുന്നുള്ളൂ. ബാക്കി 4ാമത് ഒന്ന് എന്ത്? സിലിക്കണുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടണം. പക്ഷെ അവിടെ എന്തില്ല? അവിടെ നമ്മുടെ ബോറോണിന് അവിടെ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്തായിട്ട് ഫോം ചെയ്യാം? അവിടെ ഒരു ഹോളാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളൊരു ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുക്കാൻ അത്രയും ആറ്റംസ് ഉണ്ടാവുമല്ലോ, കോടിക്കണക്കിന് ആറ്റംസ് ഉണ്ടാവും. അപ്പൊ ഓരോ ബോറോൺ ആറ്റവും ആഡ് ചെയ്യും തോറും നമുക്ക് എന്ത്? ഒരു ഹോൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും കോടിക്കണക്കിന് എന്ത് ബോറോൺ ആറ്റംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അത്രയും ഹോൾസ് ആണ് മെജോറിറ്റി ആയിട്ട് ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും, ഇവിടെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആരാണ്? അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹോൾസ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പി ടൈപ്പിൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാം, അങ്ങനെയെങ്കിൽ എൻ ടൈപ്പ് എന്താ? നേരെ ഓപ്പോസിറ്റ്. എൻ ടൈപ്പിലാണെങ്കിൽ എന്ത് സംഭവിക്കുക? എൻ ടൈപ്പിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് 15 എലമെന്റ് ആണ് നമ്മൾ എന്ത് ഇവിടെ ഡോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 15 എക്സാമ്പിൾ നമ്മളിപ്പം എന്താ ഫോസ്ഫറസോ അല്ലെങ്കിൽ ആഴ്സനിക് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പൊ സപ്പോസ് ഞാൻ അതിലേക്ക് ഫോസ്ഫറസ് ആഡ് ചെയ്തു. നമുക്കറിയാം ഗ്രൂപ്പ് 15 ആവുമ്പോൾ അതിന്റെ ബാലൻസ് എത്രയാണ്? 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇവിടെ നമുക്ക് സിലിക്കണിന് എത്രയേ ഉള്ളൂ ബാലൻസ്? 4 ഉള്ളൂ. അപ്പൊ ഇവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ നോക്കുമ്പോൾ എത്ര എണ്ണത്തിനുമായിട്ടേ ബോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ? യെസ്, അതായത് നമ്മുടെ ഈ ഫോസ്ഫറസിന് തൊട്ടടുത്ത 4 സിലിക്കണുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ എന്ത് കിടക്കുന്നുണ്ട്? എക്സ്ട്രാ ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ കിടക്കുന്നുണ്ട്. അതായത് നമുക്ക് പറയാൻ പറ്റും, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യുമ്പോൾ അതില് എന്താണ്? ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, അവിടെ പറയാൻ പറ്റും അവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആരാണ്? മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ മൈനോറിറ്റി സ്വാഭാവികമായിട്ട് ആര് വരും? മൈനോറിറ്റി ഹോൾസ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ബേസിക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഓക്കെ, അതുപോലെ ഇതിൽ എക്സാമ്പിൾസും നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് PSC ഒക്കെ എന്ത് ഏതാണ് ട്രൈവാലിന്റെ ഇമ്പ്യൂരിറ്റി, അല്ലെങ്കിൽ നമുക്ക് എൻ ടൈപ്പ് കിട്ടാൻ ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യേണ്ടത്, അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്കിനി അടുത്തത് എനർജി ബാൻഡ് എന്താന്ന് അറിയാം. എന്താണ് എനർജി ബാൻഡ്? നമ്മൾ ഒരൊറ്റ ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവയിൽ എന്താണ്? ഓരോ ഇലക്ട്രോൺസും നമുക്കറിയാം ഓരോ ഷെല്ലിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഇത് സിംഗിൾ ആറ്റത്തിന്റെ കേസാണ് ഇങ്ങനെ. അതേസമയം ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത്? ഒരുപാട് ആറ്റംസ് ഉണ്ടാവില്ലേ? ഈ ഒരുപാട് ആറ്റംസ് ആവുമ്പം ഓരോ ഇലക്ട്രോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഓരോ ഇലക്ട്രോൺസും ഓരോ എനർജി ലെവൽസിലാണ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പൊ ഒരു 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാം, ഈ 10 എന്താണ്? ഒരേ ലെവലിലല്ലേ നിൽക്കുക? ഓരോന്നും ഓരോ എനർജി ലെവലിലാണ് നിൽക്കുക, ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഒരു ക്രിസ്റ്റൽ എടുക്കുന്ന സമയത്ത് അതിൽ കോടാനുകോടി ആറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവരെല്ലാവരും എന്താ പറയാ അത്രയും അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത്രയും എന്തുണ്ടാവും? എനർജി ലെവൽസ് ഉണ്ടാവും. ഓക്കെ, അതായത് അത്രയും അതായത് ഒരു കോടി ഇലക്ട്രോൺസ് എനർജി ലെവലിൽ നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. അതായത് അതിനെ നമ്മൾ ഇവരെ എങ്ങനെയാണ് ഫോം ചെയ്യുക? ജസ്റ്റ് ഒരു ബാൻഡ് പോലെയാണ് നിൽക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? എനർജി ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനർജി ബാൻഡ് എന്നുള്ളത് ഒരു സിംഗിൾ ആറ്റത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവിടെ എടുക്കുന്നത് ഒരു സോളിഡ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു സോളിഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താണ്? എല്ലാതും അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോൺസും ഓരോ എനർജി ലെവലിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോ ആറ്റത്തിന്റെ എനർജി ലെവൽസ് എന്ത് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് എനർജി ലെവൽസ് വരും. അപ്പൊ ഇത് അത്ര അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരു ബാൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിനെ നമ്മുടെ എനർജി ബാൻഡ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കാം. ഇൻ എ സോളിഡ് ക്രിസ്റ്റൽ വേർ മില്യൺസ് ഓഫ് ആറ്റംസ് ആർ ക്ലോസ്ലി പാക്ഡ്, their outer energy level overlap and split into a large number of very closely spaced levels. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വളരെ അടുത്തടുത്തായിരിക്കും ഈ ഇലക്ട്രോൺസ് നിൽക്കുക. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? എനർജി ബാൻഡ് എന്ന് വിളിച്ചിട്ടുള്ളത്. ഇനി നമുക്കറിയാം ഏതൊക്കെ നമുക്ക് ഈ എനർജി ബാൻഡിനെ എത്ര ക്ലാസ് ചെയ്തിട്ടുണ്ട്? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെ? യെസ്, വാലൻസ് ബാൻഡും അതുപോലെ കണ്ടക്ഷൻ ബാൻഡും. ഓക്കെ, എന്താണ് വാലൻസ് ബാൻഡ്? പറയൂ. ഇതാണ് ഇപ്പൊ എന്റെ വാലൻസ് ബാൻഡ് എന്ന് കരുതുക. അതുപോലെ കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ ഉണ്ട്.
ഇതിൽ ഏറ്റവും എനർജി കൂടുതലുള്ളത് ഏതിനാ? എനർജി കൂടുതലുള്ളത് കണ്ടക്ഷൻ ബാൻഡിനാണ്. വാലൻസ് ബാൻഡിന് എനർജി കുറവാണ്. ഇനി നമ്മുടെ ഒരു നോർമലി അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഒക്കെ അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇലക്ട്രോൺസ് ഒക്കെ എവിടെ ഉണ്ടാവുക? വാലൻസ് ബാൻഡിലാണ് ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ഒക്കെ എന്തായിരിക്കും? ബൗണ്ട് ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നോക്കാം, ഒരു നോർമലി ഇപ്പൊ ഒരു എന്താ പറയാ, ഇതിപ്പോ ഞാൻ ഒരു ഇലക്ട്രോൺ കൺസിഡർ ചെയ്തു. ഇത് ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോൺ ആണ്. ഇത് നോർമലി നിൽക്കുക എവിടെ മാത്രമാണ്? അത് വാലൻസ് ബാൻഡിൽ മാത്രമേ നിൽക്കുള്ളൂ. അതേസമയം ഈ ഇലക്ട്രോൺ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് എവിടെ നിൽക്കുന്നു? എന്റെ കണ്ടക്ഷൻ ബാൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ എന്നാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? അവിടെ കറന്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ടക്ഷൻ ബാൻഡിലാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നമുക്ക് കണ്ടക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് വേണം. ആ ഫ്രീ ഇലക്ട്രോൺസ് എവിടെ കാണണം? അത് കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കറന്റ് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, അല്ലാണ്ട് വാലൻസ് ബാൻഡിലാണ് നിൽക്കുന്നത് ഇലക്ട്രോൺസ് എല്ലാം വാലൻസ് ബാൻഡിലാണ് എങ്കിൽ അവിടെ എന്തില്ല? അവിടെ കണ്ടക്ടിവിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് അവിടെ കറന്റ് ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്ത് ഓരോ നോക്കാം. ആദ്യം വാലൻസ് ബാൻഡിന്റെ പ്രോപ്പർട്ടി എന്താ? യെസ്, അതായത് നോർമലി നമുക്ക് പറയാം 0 കെൽവിനില് ഒരാറ്റത്തിലെ എല്ലാ ഇലക്ട്രോൺസ് എവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക? അതിന്റെ വാലൻസ് ഷെല്ലിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എന്ത് വാലൻസ് ബാൻഡിലാണ് കാണപ്പെടുക. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞത് എന്താ? അതായത് ഇവിടുത്തെ ഇലക്ട്രോൺസ് എല്ലാം എന്താണ്? ബൗണ്ട് ഇലക്ട്രോൺസ് ആണ്. അവയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല, ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. ഓക്കെ, പിന്നെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇലക്ട്രോൺസ് ഒക്കെ ഏത് തന്നെയാണ്? വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് തന്നെയാണ് എന്ത് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വാലൻസ് ബാൻഡ് മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ കണ്ടക്ഷൻ ബാൻഡ് എന്താ? യെസ്, കണ്ടക്ഷൻ ബാൻഡ് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ബാൻഡ് എനർജി ഈസ് ജസ്റ്റ് എബോവ് വാലൻസ് ബാൻഡ് ഈസ് കോൾഡ് കണ്ടക്ഷൻ ബാൻഡ് അല്ലേ? ഇനി ഇവിടെ ഇലക്ട്രോൺസിന്റെ പ്രോപ്പർട്ടി എന്താ? കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ തരുന്നത് ആര് തന്നെയാണ്? കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് ആണ്. അത് നമുക്ക് നോക്കാം. ഇനി അടുത്തത് എന്താണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താ? അത് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, പിന്നെ താഴത്താണ് വാലൻസ് ബാൻഡ് ഉള്ളത്. അപ്പൊ ഇവ തമ്മിലുള്ള ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടക്ഷൻ ബാൻഡിലെ ഏറ്റവും ഹയസ്റ്റ് എനർജി വാലൻസ് ബാൻഡിലെ ഏറ്റവും ഹയസ്റ്റ് എനർജി ലെവലും അതുപോലെ കണ്ടക്ഷൻ ബാൻഡിലെ ഏറ്റവും ലോവസ്റ്റ് എനർജി തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? എനർജി ഗ്യാപ്പ് EG എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നെങ്കിൽ പറയാം ഇറ്റ് ഈസ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. ഇനി ഇതന്നെ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? അതായത് വാലൻസ് ബാൻഡിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളതിലല്ലേ ഒന്ന്. ഓക്കെ, ഇതും അതുപോലെ കണ്ടക്ഷൻ ബാൻഡിലെ ഏറ്റവും ലോവസ്റ്റ് എനർജി തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? എനർജി ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ എനർജി ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസിനെ നമ്മൾ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ഏതൊക്കെ? ഇൻസുലേറ്റർ, ദെൻ സെമി കണ്ടക്ടർ, അതുപോലെ മെറ്റൽസ്. അപ്പോ ഓരോന്നിന്റെ പ്രോപ്പർട്ടീസ് പറയൂ. ഇപ്പൊ എന്റെ എനർജി ഗ്യാപ്പ് EG അപ്രോക്സിമേറ്റ്ലി 0 അല്ലെങ്കിൽ നിയർലി 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഓവർലാപ്പ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽസിന്റെ എന്തായിട്ട് പറയാൻ പറ്റും? അതെന്താണ്? നമുക്ക് മെറ്റൽസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് മെറ്റൽസിന്റെ കേസിൽ അവിടെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും എങ്ങനെയാണ്? നിയർലി അടുത്താണ്, അല്ലെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതിന്റെ ഇമേജ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാണ് എന്റെ വാലൻസ് ബാൻഡ്. അതേപോലെ ഇപ്പൊ എന്റെ കണ്ടക്ഷൻ ബാൻഡ് മെറ്റൽസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനർജി ഗ്യാപ്പ് എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടോ? ഇല്ല. അതായത് നമുക്ക് പറയാം ഒരു മെറ്റൽസിന്റെ കേസിൽ എന്ത് എനർജി ഗ്യാപ്പ് 0 ആവാം. ഇനി അല്ല, എല്ലായ്പ്പോഴും ഈ 0 ആവണം നിർബന്ധമല്ല. നിങ്ങൾക്ക് അറിയാം ചില മെറ്റീരിയൽസിൽ എങ്ങനെ വരും? അതായത് ഇവിടെ എന്റെ കണ്ടക്ഷൻ ബാൻഡും അതുപോലെ വാലൻസ് ബാൻഡും രണ്ടും വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ എന്ത്? ഒരു ചെറിയ എനർജി ഗ്യാപ്പ്. ഓക്കെ, ഒരുപാട് വ്യത്യാസമല്ല, ഒരു നേരിയ എനർജി ഗ്യാപ്പ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് പറയാം അതും എന്ത് തന്നെയാണ്? മെറ്റൽസിൽ കാണപ്പെടുന്നതാണ്. ഇനി സപ്പോസ് ഈ എനർജി ഗ്യാപ്പ് കണ്ടക്ഷൻ ബാൻഡും അതുപോലെ വാലൻസ് ബാൻഡും തമ്മിൽ 3 ഇലക്ട്രോൺ വോൾട്ടിലേറെ ആണ് നമ്മുടെ എനർജി ഗ്യാപ്പ്. ഇപ്പൊ ഈ എനർജി ഗ്യാപ്പ്
3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ വലുതാണ് എങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ്, ഇത് നോക്കാം 3 ഇലക്ട്രോൺ വോൾട്ടിന് വലിയ വാല്യൂ ആണ്. അപ്പോൾ വലിയ എനർജി ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ മെറ്റീരിയൽസ് എന്താണ് പറയാൻ പറ്റും, ഇത് ഒരു ഇൻസുലേറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇൻസുലേറ്ററിനെ സംബന്ധിച്ച് ഈ വാല്യൂ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതായത് അവിടുത്തെ എനർജി ഗ്യാപ്പ് എന്തായിരിക്കും, ഒരു ഇൻസുലേറ്ററിനെ സംബന്ധിച്ച് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്താണ്, ഏകദേശം 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ വലുതാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്ത്, നമ്മുടെ ഇൻസുലേറ്റേഴ്സിന്റെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ പറയൂ, നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് സംബന്ധിച്ച് എങ്ങനെ പറയാൻ പറ്റും? സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം എന്തായാലും ഓവർലാപ്പിംഗ് സംഭവിക്കില്ല, മെറ്റലും അല്ല ഇൻസുലേറ്ററും അല്ല, അതിന്റെ ഇടയിലെ വാല്യൂ ആണ് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സെമി കണ്ടക്ടേഴ്സ് സംബന്ധിച്ച് നമ്മുടെ വാലൻസ് ബാൻഡും അതുപോലെ കണ്ടക്ഷൻ ബാൻഡും എങ്ങനെയാണ് വരുന്നത്, ഇവർ തമ്മിൽ ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ എന്ത് 1 ഇലക്ട്രോൺ വോൾട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ വരുന്നത്. അതാണ് ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അതായത് 0 കെൽവിൻ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സെമി കണ്ടക്ടർ എടുക്കുകയാണ്, 0 കെൽവിനിലാണ് എങ്കിൽ എന്താണ് നമ്മുടെ ഇലക്ട്രോൺസ് ഒക്കെ എവിടെ കാണപ്പെടുക? ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലാണ് ഉണ്ടാവുക അതോ കണ്ടക്ഷൻ ബാൻഡിലാണോ? പറയൂ. 0 കെൽവിൻ ആണെങ്കിൽ ഒരു സെമി കണ്ടക്ടേഴ്സ് സംബന്ധിച്ച്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു പ്യുവർ സിലിക്കൺ ആണെങ്കിൽ അതിലെ എല്ലാ ഇലക്ട്രോൺസും എവിടെ തന്നെ ഉണ്ടാവുക? നമ്മുടെ വാലൻസ് ബാൻഡിലാണ് ഉണ്ടാവുക. കണ്ടക്ഷൻ ബാൻഡിൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോൺസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, കണ്ടക്ഷൻ ഇല്ല, അല്ലെങ്കിൽ പ്യുവർലി ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ 0 കെൽവിനിൽ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ 0 കെൽവിന് പകരം ഞാൻ എന്ത് ഒരു 100 കെൽവിൻ ആക്കി വിചാരിച്ചോളൂ. അപ്പൊ എന്താണ് സംഭവിക്കുക? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഓരോ ഇലക്ട്രോണും എങ്ങോട്ട് ചാടും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടും, ഇല്ലേ? അപ്പൊ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഓരോന്ന് ചാടുന്നതനുസരിച്ച് ഇവിടുന്ന് ഇപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടി. അങ്ങനെയെങ്കിൽ നമ്മുടെ വാലൻസ് ബാൻഡിൽ എന്താ ഉണ്ടാവുക? വാലൻസ് ബാൻഡിൽ ഒരു ഹോള് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇവിടെ ഒരു ഹോള് ക്രിയേറ്റ് ആവും. ഇനി സപ്പോസ് ഇവിടെ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയെങ്കിൽ ഇവിടെ രണ്ടാമതൊരു ഹോള് ക്രിയേറ്റ് ആവും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ T കൂട്ടുന്തോറും ഇവിടെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ കണ്ടക്ഷൻ എന്തായിട്ട് മാറും? കണ്ടക്ഷൻ കൂടും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ സിഗ്മ ഈസ് പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയാൻ പറ്റും. അതായത് സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ച് ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് കൂടെ കൂടും? അതിന്റെ കണ്ടക്ടിവിറ്റി കൂടും. അതിന്റെ റീസൺ ആണ് പറയുന്നത്. എന്താണ്? ഇവിടെ 0 കെൽവിനില് വാലൻസ് ബാൻഡിൽ മാത്രമായിരുന്നു നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അത് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്തായിട്ട് മാറും? അത് ചിലതൊക്കെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും, നമുക്ക് കണ്ടക്ഷൻ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മെറ്റൽസിലാണെങ്കിൽ അവിടെ കണ്ടക്ഷൻ എന്ത് മാത്രമേ ഉള്ളൂ? മെറ്റൽസിലാണെങ്കിൽ ഇലക്ട്രോണിന്റെ മോഷൻ കൊണ്ടാണ് മെയിൻ ആയിട്ട് അവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. അതേസമയം സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ എന്ത് കണ്ടക്ഷൻ ബാൻഡിൽ ആരുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോണിന്റെ കണ്ടക്ഷൻ കൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്? മോഷൻ കൊണ്ടും അവിടെ നമുക്ക് എന്ത് അവിടെ കറണ്ട് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഹോൾസ് ഇല്ലേ? ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹോൾസിലും എന്തുണ്ട്? കറണ്ട് ഉണ്ടാവുന്നുണ്ട്. അതിന് നമ്മൾ ഹോൾ കറണ്ട് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഈ ഹോൾ കറന്റ് ഉണ്ടാവുന്നുണ്ട്, അത് എവിടെ ആയിരിക്കും കാണപ്പെടുക? അത് വാലൻസ് ബാൻഡിലായിരിക്കും അത് നമുക്ക് കാണപ്പെടുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക, അത് 2 ടൈപ്പ് കറന്റ്സ് എവിടെ ഫോം ചെയ്യുന്നുണ്ട്? നമ്മുടെ സെമി കണ്ടക്ടേഴ്സിലുണ്ട്. ഹോൾ കറന്റും ഉണ്ട്, അതുപോലെ ഇലക്ട്രോൺ കറന്റും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ജസ്റ്റ് ലാസ്റ്റ് ഈ പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. എഫക്ട് ഓഫ് ടെമ്പറേച്ചർ കണ്ടക്ടേഴ്സിലും അതുപോലെ സെമി കണ്ടക്ടേഴ്സിലും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. കണ്ടക്ടറിനെ സംബന്ധിച്ച് കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ അല്ലേ? കണ്ടക്ടിവിറ്റി സിഗ്മ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണല്ലോ. നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ എന്ന് പഠിച്ചിരുന്നു. ഇനി സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കുക? കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ് വരുന്നത്. സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ച് സിഗ്മ ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. കാരണം എന്താണ്?
ഇലക്ട്രോൺസ് കൂടുതൽ എവിടെ കാണപ്പെടും? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടക്ടിവിറ്റി കൂടും. ഇനി ഒരു ഇൻസുലേറ്ററെ സംബന്ധിച്ചാണെങ്കിലോ, നമുക്കറിയാം ഇൻസുലേറ്ററെ സംബന്ധിച്ച് ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഒരു നോർമൽ ടെമ്പറേച്ചറിലൊന്നും അത് പ്രത്യേകിച്ച് എഫക്റ്റ് കാണിക്കില്ല. അതായത് കാരണം എന്താ? അതിന്റെ എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കൂടുതൽ ആയതുകൊണ്ട്. അപ്പൊ ഈ ജസ്റ്റ് ഡിപ്പെൻഡൻസ് ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വന്നാൽ അത് എഴുതാൻ കഴിയണം. അപ്പൊ ജസ്റ്റ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്തതാണ്. അപ്പൊ കണ്ടക്ടറിന്റെ കേസിലാണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എങ്ങനെയായിരിക്കും? ഓവർലാപ്പ് ചെയ്യും. അതുപോലെ ഇവരെ ബാൻഡ് ഗ്യാപ്പ് എന്താണ്? ഒന്ന് ബാൻഡ് ഗ്യാപ്പ് എനർജി ഉണ്ടാവുക, അതുപോലെ കണ്ടക്ടിവിറ്റി വെരി ഹൈ ആയിരിക്കും. കാരണം എന്താ? കണ്ടക്ഷൻ ബാൻഡിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി സെമി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇതിന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നു ലെസ് 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് നോർമലി പറയാറുള്ളത്. അപ്പൊ ഒരു സിലിക്കൺ സംബന്ധിച്ചാണെങ്കിൽ അതിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എത്രയാണ്? സിലിക്കന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി വരുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുപോലെ ജർമേനിയത്തിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 0.7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ സ്വാഭാവികമായിട്ട് എന്തൊരു മോഡറേറ്റ് കണ്ടക്ടിവിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഒരു ഇൻസുലേറ്ററെ സംബന്ധിച്ചാണെങ്കിൽ ഇൻസുലേറ്ററിൽ നമ്മൾ പഠിച്ചു കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ എന്താണ്? ലാർജ് ഗ്യാപ്പ് ആണ് അല്ലേ? അതുപോലെ ഇതിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്താണ്? ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി നിയർലി 0 എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ? വെരി ലോ ആണ് കണ്ടക്ടിവിറ്റി വരുന്നത്. ഇതൊക്കെ ബേസിക് ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മളിനി ഇതിന്റെ ഓരോ ആപ്ലിക്കേഷനിലേക്ക് പോവാണ്. ആദ്യം നമുക്കിപ്പോ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. ഇത് നമ്മൾ എന്താണ്? ഇതിനെ രണ്ടിനും ഒരുമിപ്പിക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ടൈപ്പ് ഉണ്ട്, അതുപോലെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയലും ഞാൻ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? ഇവിടുത്തെ മൈനോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ആരാളുള്ളത്? പി ടൈപ്പ് ആണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആരാളുള്ളത്? ഇതിൽ ഏറ്റവും കൂടുതൽ ഹോൾസ് ആണ് ഉള്ളത് അല്ലേ? മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണ്. അതുപോലെ ഇനി എൻ ടൈപ്പ് ആണെങ്കിൽ ഇവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആരാണ്? നമ്മുടെ ഇലക്ട്രോൺസ് ആണെന്ത്? ഇവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് എൻ ടൈപ്പിൽ. ഇനി നമുക്കറിയാം ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് വെക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യില്ലേ? അതുപോലെ പിയിലെ ഹോൾസ് റൈറ്റിലോട്ടും മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം, ഇത് രണ്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുക? പറയൂ. ഇത് ന്യൂട്രലൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? അയോൺസ് ആയിട്ട് മാറില്ലേ? അയോൺസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞാല് അവിടെ എന്ത് ഫോം ചെയ്യും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അവിടെ. യെസ്, അതായത് നമ്മുടെ ഈ ഇലക്ട്രോണും ഹോളും കമ്പൈൻ ചെയ്തിട്ട് അവിടെ എന്തായിട്ട് മാറും? ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അതായത് ഇപ്പൊ നമ്മുടെ നോക്കാം, ഇപ്പൊ എന്റെ പിയും എൻ ടൈപ്പ് ഉണ്ട്. ഇത് പി, ഇത് എൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്നിൽ നിന്ന് ഇലക്ട്രോൺസും അതുപോലെ പിയിൽ നിന്ന് ഹോൾസും എന്ത് ചെയ്യും? ഈ ബോർഡറിലേക്ക് വരും. അങ്ങനെ ഇവ തമ്മിൽ എന്ത് ഡിഫ്യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഇത് ന്യൂട്രലൈസ് ചെയ്ത് നിൽക്കുക. അതായത് ഇവിടെ എന്താണ്? ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഒരു പി എൻ ജംഗ്ഷൻ ആകുമ്പം ആ ജംഗ്ഷനിൽ എന്ത് ഫോം ചെയ്യും? ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഈ റീജിയൻ പോസിറ്റീവ് അയോൺസും അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസും ആണ് ഈ ഡിപ്ലീഷൻ റീജിയനിൽ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ്? അതായത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ? അതായത് ഈ ജംഗ്ഷനിൽ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അതായത് ഒന്നുകൂടി പറയാം, നമ്മുടെ പി ടൈപ്പും എൻ ടൈപ്പും നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഈ ഡിപ്ലീഷൻ റീജിയൻ എന്നുള്ളത് എന്താണ്? അവിടെ മെയിൻ ആയിട്ട് ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോൺസ് ആണ്, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആണ് അവിടെ ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് നമുക്ക് കിട്ടും? അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ എന്തായാലും ഒരു ആ ബാരിയറിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് സിലിക്കന്റെയും അതുപോലെ ജർമ്മേനിയന്റെയും ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താണ്? ഡിഫറെന്റ് ആണ്. അതായത് ഒരു സിലിക്കൺ ആണ് എങ്കിൽ അതിന്റെ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്ര വരുന്നത്? 0.7 വോൾട്ട് ആണ് സിലിക്കണ്ടത്. അതേസമയം ജർമ്മേനിയത്തിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എത്ര വരുന്നത്? 0.3 വോൾട്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതായത് പൊട്ടൻഷ്യൽ അക്രോസ് റീജിയൻ അല്ലെങ്കിൽ എന്ത് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാം. V0ന്റെ വാല്യൂ
ജർമ്മേനിയത്തിൻ്റെത് 0.3 വോൾട്ടും അതുപോലെ സിലിക്കണ്ടത് 0.7 വോൾട്ടുമാണ്. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് അറിഞ്ഞ്, ഇത് ബേസിക് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബാക്കി ഇനി അങ്ങോട്ട് പറയാനുള്ളതൊക്കെ ഇതിന്റെ ബേസിക്കിലാണ് പറയാൻ പോകുന്നത്. അപ്പോ ഇനി അടുത്തത് നമ്മൾ പി എൻ ജംഗ്ഷന്റെ കാര്യമാണ് പറഞ്ഞത്. പി എൻ ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും പറഞ്ഞു. ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. ഡിപ്ലീഷൻ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സ്വാഭാവികമായിട്ട് പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിനെ എന്ത് വിളിക്കുക? ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്നൊക്കെ വിളിക്കും. അത് സിലിക്കണിനെ സംബന്ധിച്ച് 0.7 ജർമ്മേനിയത്തിന്റെ 0.3 വോൾട്ടും ആണ്. ഇനി നമുക്കിതിപ്പോ ഇങ്ങനെ ഈ പി എൻ ജംഗ്ഷൻ കിട്ടിയിട്ട് കാര്യമല്ലോ. നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോ ഡയോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഡയോഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഈ പി ടൈപ്പ് എൻ ടൈപ്പും വെച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡയോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? ഡയോഡിന്റെ സിമ്പൽ എന്താ? ഇങ്ങനെയല്ലേ നമ്മൾ ഡയോഡ് വരക്കാറുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ബയാസിംഗ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഇതിനെ ഇനി ഇലക്ട്രിക് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ ഒരു സെല്ലുമായി കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുക? ഏതൊക്കെ തരത്തിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും? അതായത് എന്റെ ഈ പി എൻ ജംഗ്ഷനെ ഞാനൊരു എക്സ്റ്റേണൽ സർക്യൂട്ടുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ബയാസിംഗ് ഉണ്ട്. ഏതൊക്കെ? ഫോർവേഡ് ബയാസിംഗ് ഉണ്ട്, അതുപോലെ റിവേഴ്സ് ബയാസും ഉണ്ട്. ഓക്കെ അല്ലേ? എന്താണ് ഫോർവേഡ് ബയാസ് വരുന്നത്? പറയൂ. ഫോർവേഡ് ബയാസ് ആണെങ്കിൽ നമ്മൾ നോക്കാം. അതായത് ഇതാണ് പി എൻ ജംഗ്ഷൻ. ഓക്കെ, ഈ പി ടൈപ്പില് ഞാൻ എന്ത് ഈ ടെർമിനലിലേക്ക് ഞാൻ എന്റെ സെല്ലിന്റെ പോസിറ്റീവ് ആണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എങ്ങോട്ടും കണക്ട് ചെയ്യും? നമ്മുടെ എന്നിന്റെ ഭാഗത്തേക്കാണ് കണക്ട് ചെയ്യുക. ഓക്കെ, അതായത് എന്റെ പി എൻ ജംഗ്ഷനിൽ പി സൈഡിലോട്ടാണ് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത്, ബാറ്ററിയുടെ നെഗറ്റീവ് പോർഷൻ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുക? ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കാം. അതായത് ഇങ്ങനെ ഫോർവേഡ് ബയാസിംഗ് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ പോസിറ്റീവ് അല്ലേ? സ്വാഭാവികമായിട്ടും പറയൂ, ഇതിൽ കണ്ടക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാനിപ്പോ ഇവിടെ ഈ ബസ് എല്ലാം എങ്ങോട്ട് മൂവ് ചെയ്യും? പറയൂ. ഇവിടുത്തെ മജോറിറ്റി കാരിയസിലെ ഹോൾസ് ഒക്കെ എങ്ങോട്ട് മൂവ് ചെയ്യും? നമ്മുടെ എന്നിന്റെ റീജിയനിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ ഈ എന്നിലെ ഇലക്ട്രോൺസ് എല്ലാം ഉള്ളത്, ഈ ഇലക്ട്രോൺസ് ഒക്കെ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇവിടെ പോസിറ്റീവ് അല്ല കൂടുതലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്തുണ്ട്? പി എൻ ജംഗ്ഷൻ ആകുമ്പോൾ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഇല്ലേ? ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. അപ്പൊ ഇതിന് എന്ത് ചെയ്യും? ഞാനൊരു ഫോർവേഡ് ബയാസിംഗ് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പൊ ഫോർവേഡ് ബയാസിംഗിൽ നമുക്ക് എന്ത് വളരെ സിമ്പിൾ ആയിട്ട് കറണ്ടിന്റെ ഫ്ലോ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നോക്കാം, ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫോർവേഡ് ബയാസിലാവുമ്പോൾ പി സൈഡ് കണക്ട് ചെയ്യുന്ന ഏതിലോട്ടാണ്? പോസിറ്റീവ് ടെർമിനലിലോട്ടാണ്. അതുപോലെ എൻ സൈഡ് കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. ഓക്കെ, ദെൻ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യലിനെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ റെഡ്യൂസ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇതിന്റെ എന്താ പറയാ, ബാരിയർ പൊട്ടൻഷ്യൽ കുറയും തോറും നമുക്ക് എന്ത് അതിന്റെ അക്രോസിലെ കണ്ടക്ഷൻ കൂടും. സോ ഡിപ്ലീഷൻ റീജിയൻ നാരോ ചെയ്യും, ദെൻ കറന്റ് ഫ്ലോ വെരി ഈസിലി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഗ്രാഫ് ആണെങ്കിൽ എന്താ എങ്ങനെ വരും? സപ്പോസ് ഞാന് വോൾട്ടേജ് കറണ്ട് എന്ത് സംഭവിക്കുക? ഞാൻ എന്റെ എക്സ്റ്റേണൽ ബാറ്ററി കണ്ടക്ടിങ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? എന്തുകൊണ്ട് ഈ പോയിന്റ്സ് നടത്തുന്നവരെ ഇതിങ്ങനെ അല്ലെങ്കിൽ പതുക്കെ കറണ്ട് കൂടി? കാരണം നമുക്കറിയാം അവിടെ എന്തുണ്ട്? ഡിപ്ലീഷൻ റീജിയൻ ഇല്ലേ? ഈ ഡിപ്ലീഷൻ റീജിയനേക്കാൾ കൂടുതൽ വോൾട്ട് വന്നാലല്ലേ എന്ത് ചെയ്യുള്ളൂ? ഇത് കണ്ടക്ടിവിറ്റി കൂടുതലാവുള്ളൂ.
ഓക്കെ അല്ലേ? അപ്പോൾ ഫോർവേഡ് ബയാസിങ് സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു എക്സ്പോണൻഷ്യലാണ് ഗ്രാഫ് വരുന്നത്. ഓക്കെ, അതിന് കറന്റ് ഇൻക്രീസ് ചെയ്യുന്നത് എക്സ്പോണൻഷ്യലാണ്. പിന്നെ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് വരുന്നത് എപ്പോൾ മാത്രമാണ്? നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതൽ ആവുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അല്ലാതെ കൂടുന്നുണ്ട്, ചെറിയ വേരിയേഷൻ ഉള്ളൂ. പക്ഷെ ഈ ഇപ്പൊ സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ടിനേക്കാൾ കൂടുതലാകുന്ന സമയത്താണ് എന്ത് വെരി ഹൈ കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടുക. അതുപോലെ ജർമ്മനി ആണെങ്കിൽ 0.3 വോൾട്ടിനേക്കാൾ കൂടുതലാകുന്ന സമയത്താണ് നമുക്ക് എന്ത് കണ്ടക്ടിവിറ്റി കൂടുതൽ കിട്ടുന്നത്. ഇനി ഫോർവേഡ് ബയാസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ റിവേഴ്സ് ബയാസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാലോ. എന്താ റിവേഴ്സ് ബയാസ്? ഇപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ പി എൻ ടൈപ്പ് തന്നെ, ഇപ്പൊ പി ഉണ്ട്, ഇവിടെ എൻ ടൈപ്പ് ഉണ്ട്. നേരത്തെ റിവേഴ്സ്, അതായത് ഈ പി ടൈപ്പിന്റെ പി ഭാഗത്തിനോട് ഞാൻ എന്ത് കണക്ട് ചെയ്യും? എന്റെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യും. അതുപോലെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ അങ്ങോട്ട് കണക്ട് ചെയ്യും. നമ്മുടെ പി എന്നിന്റെ എൻ ഭാഗത്ത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ എങ്ങനെ കണ്ടക്ടിവിറ്റി എങ്ങനെ ഉണ്ടാവുക? ഈ പിയിലെ ഹോൾസ് ഒക്കെ എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ നെഗറ്റീവിലോട്ട് ഇങ്ങോട്ടല്ലേ വരിക, അല്ലേ? അതുപോലെ ഈ എന്നിലെ ഇലക്ട്രോൺസ് ഒക്കെ എങ്ങോട്ട് വരും? ഈ പോസിറ്റീവിലേക്കല്ലേ അട്രാക്ട് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ട് ഡയറക്ഷനിലാണ്, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫോർവേഡ് ബയാസിങ്ങും അതുപോലെ റിവേഴ്സ് ബയാസിങ്ങും, അതിന്റെ ജസ്റ്റ് ആ കമ്പാരിസൺ ആണ് പറഞ്ഞത്. അപ്പം റിവേഴ്സ് ബയാസിങ്ങിൽ പി സൈഡ് ഏതുമായിട്ട് കണക്ട് ചെയ്യും? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും അതുപോലെ എൻ സൈഡ് പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യുക. ദെൻ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എക്സ്റ്റേണൽ കൊടുക്കുന്ന വോൾട്ടേജ് ബാരിയറിന്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുക, അല്ലേ? സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ എന്താണ് പ്രത്യേകിച്ച് കറന്റ് അല്ലെങ്കിൽ കണ്ടക്ഷൻ ഉണ്ടാവുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ സ്മോൾ ലീക്കേജ് കറന്റ് ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് മൈനോറിറ്റി കാരിയേഴ്സ് ഉള്ളത് കൊണ്ടാണ് ചെറിയ കറന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? വോൾട്ടേജ് ഇനിയും നെഗറ്റീവ് ഡയറക്ഷനിൽ, നെഗറ്റീവ് വോൾട്ടേജ് ഇനി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് നമ്മുടെ ഇത് മൊത്തത്തിൽ ഇത് ബ്രേക്ക് ആയി പോവും. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഈ പി എൻ ജംഗ്ഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കാം. ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെക്ടിഫയർ നമ്മൾ യൂസ് ചെയ്യാം.
ഒരു എ സി കറണ്ടിനെ ഡി സി ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് LED. അതായത് LED പറഞ്ഞാൽ എന്താ ശരിക്കും അത് ഡയോഡ് തന്നെയല്ലേ, അല്ലെങ്കിൽ എന്താണ് അതൊരു പി എൻ ജംഗ്ഷൻ തന്നെയാണ്. ലൈറ്റ് എമിഷൻ അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് എന്ത് LED എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇവിടെ കണക്ഷൻ നടക്കുന്നത് ഫോർവേഡ് ബയാസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് സൈഡ് കണക്ട് ചെയ്താൽ നമുക്ക് LED കത്തിപ്പോവുകയാണ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു മെറ്റീരിയലാണ് ഫോട്ടോ ഡയോഡ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് നമുക്ക് ലൈറ്റ് ഡിറ്റക്ഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? റിവേഴ്സ് ബയാസിംഗിലാണ് ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ പോയിന്റ്. പിന്നെ അടുത്ത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഏതാ? സോളാർ സെല്ലുകൾ. ഓക്കെ അല്ലേ. സോളാർ സെല്ല് വർക്ക് ചെയ്യുന്ന എന്താണ്? ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ആണ്. നമുക്ക് അത്ര ഡെപ്തിലേക്ക് പോകാനില്ല. എന്തായാലും സോളാർ സെല്ല് എന്താ ചെയ്യുന്നത്? ലൈറ്റ് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതും തന്നെയാണ്, അതൊരു പി എൻ ജംഗ്ഷൻ തന്നെയാണ് നമ്മുടെ സോളാർ സെല്ലും. പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ഒരു ജനറൽ ഡയോഡ് അല്ലേ. ജനറൽ ഡയോഡ് എന്താ? ജനറൽ ഡയോഡ് പറഞ്ഞാല് അത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയാണ് ജനറൽ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അത് പക്ഷെ അതിന്റെ കണക്ഷൻ മെയിൻ ആയിട്ട് നമുക്ക് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ജനറൽ ഡയോഡിന്റെ കേസിൽ എന്താ ആ സമയത്ത് എന്താ യൂസ് ചെയ്യും? റിവേഴ്സ് ബയാസിംഗ് ആണ് നമ്മുടെ ഡയോഡിലെ ആ സമയത്ത് യൂസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. റെക്ടിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. റെക്ടിഫയർ ഏതൊക്കെ ടൈപ്പ് റെക്ടിഫയേഴ്സ് ഉണ്ട്? ഫുൾ വേവ് ഉണ്ട്, അതുപോലെ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഹാഫ് വേവ് റെക്ടിഫയർ എന്തിനാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ എന്താണ് മെയിൻ ആയിട്ട് കമ്പോണന്റ് പറയൂ? ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ അതിൽ ഒരു ഡയോഡ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്ത് നമ്മൾ 2 ഡയോഡ് യൂസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ ഫസ്റ്റത്തെ ചിത്രം നോക്കൂ. ഈ ഒന്നാമത്തെ കൊടുത്തതാണ് നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഇമേജ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ ചിത്രം നോക്കണമെന്നില്ല. ഇതിൽ മെയിൻ ആയിട്ട് എത്ര ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ ബേസിക കാര്യങ്ങൾ മതിയാവും. ഓക്കെ, എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചത്. അതായത് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ നമ്മൾ സെൻട്രൽ ടാപ്ഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? 2 ഡയോഡ് അവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ 2 ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാഫ് വേവ് ആണെങ്കിൽ ഒരു ഡയോഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിന്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമുക്കറിയാം ഇവിടെ എന്താണ് ഒരു എ സി കറണ്ട് അല്ലേ വരുന്നത്. എ സി കറണ്ട് ആണെങ്കിൽ അതെന്താണ്? സൈൻ വേവ് അല്ലേ? അല്ലേ, ഒരു സൈൻ വേവ് ആണ്. അതായത് നമുക്ക് എന്ത് പ്ലസ് മൈനസ് ഇങ്ങനെ വേരി ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ എ സി കറണ്ട് വരുന്നത്. അത് നമ്മൾ ഫസ്റ്റ് എന്ത്
നമ്മുടെ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. അത് ഈ എയിലേക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതെന്തായിട്ട് മാറും? ഈ എ എന്തായിട്ട് മാറും? ഏത് ബയാസിങ് വരും? ഫോർവേഡ് ബയാസിങ് വരില്ലേ? കാരണം എന്താ? എന്റെ പോസിറ്റീവ് ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ പി ടൈപ്പിന്റെ അല്ലെങ്കിൽ ഡയോഡിന്റെ പോസിറ്റീവുമായിട്ടാണ്. അതെന്താണ്? ഇത് ഫോർവേഡ് ബയാസിംഗിൽ വരും. ഫോർവേഡ് ബയാസിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? അതായത് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എനിക്ക് കണ്ടക്ഷൻ ഉണ്ടാവും. ഓക്കെ അല്ല? അപ്പൊ ഇങ്ങനെ ഒരു വേവ് കിട്ടും. ഇനി അടുത്ത ഇതില് സെക്കൻഡിൽ എന്ത്? എന്റെ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഈ എ എന്നുള്ള പോർഷനിലേക്ക് എത്തുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുക? നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എയിലേക്ക് നെഗറ്റീവ് വരുമ്പോ പറയൂ. ഈ നെഗറ്റീവ് ആണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഇവിടെ എന്താണ്? ഓൾറെഡി പി ടൈപ്പിലേക്ക് എന്താ പറയാ, നെഗറ്റീവ് ആണ് എത്തിയിട്ടുള്ളത്. അപ്പൊ എന്ത് ബയാസിംഗ് ആണ്? ഇത് റിവേഴ്സ് ബയാസിംഗ് ആണ്. റിവേഴ്സ് ബയാസിംഗ് ആണെങ്കിൽ അവിടെ കണ്ടക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? കണ്ടക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പൊ നമുക്ക് എന്ത്? നെഗറ്റീവ് സൈക്കിൾ ആകുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കണ്ടക്ഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇങ്ങനെ എത്തി. ഇനി മൂന്നാമത് എന്ത്? ഇപ്പൊ നമ്മുടെ വേവ് അതിന്റെ പോസിറ്റീവ് സൈക്കിൾ എത്തുമ്പോൾ ആ സമയത്ത് ഇവിടെ എന്താണ്? ഫോർവേഡ് ബയാസിംഗിലാണ്. അപ്പോൾ ഇതെന്ത് കിട്ടും? നമുക്ക് ഇതിലൂടെ കണ്ടക്ഷൻ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് വേവ് കിട്ടുക. അതായത് എന്താണ്? ഇങ്ങനെ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ഉള്ള സമയത്താണ് നമുക്ക് കണ്ടക്ഷൻ കിട്ടുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ കണ്ടക്ഷൻ കിട്ടില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ വേവിന്റെ ഹാഫ് മാത്രമല്ലേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനെന്ത് വിളിക്കുന്നത്, അല്ലെ നമ്മൾ ഇതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ചിത്രം കണ്ടാൽ മനസ്സിലായല്ലോ. അതായത് നമുക്ക് ഇൻപുട്ട് ഹാഫ് വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച് ഇപ്പൊ ഇതാണ് എന്റെ ഇൻപുട്ട് എങ്കിൽ എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്തുണ്ടാവില്ല? എനിക്ക് കിട്ടില്ല. ഇതെന്തായിട്ട് മാറി? ഇത് ഡി സി ആണല്ലോ. ഇത് എ സി എന്തായിട്ട് മാറി? ഡി സി ആയിട്ട് മാറി. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കറണ്ട് മാറി. പക്ഷെ എന്ത് കിട്ടിയില്ല? ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഫ്രീക്വൻസി എത്ര വരും? നിങ്ങൾ പറയൂ. ഇൻപുട്ട് ഫ്രീക്വൻസി എത്ര വന്നത്? ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഇൻപുട്ട് ഫ്രീക്വൻസി എത്ര വന്നു? നമ്മൾ ഫ്രീക്വൻസി പറഞ്ഞാൽ എന്താണ്? ഇതാ ഒരു സെക്കൻഡിൽ എത്ര വേവ് പാസ് ചെയ്തു എന്നുള്ളതാണല്ലോ ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, എത്ര റിപ്പീറ്റ് ചെയ്തു? ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതാ ഒരു ഫുൾ വേവ്, ഇത് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഞാൻ ഔട്ട്പുട്ട് വരക്കുകയാണെങ്കിൽ എങ്ങനെ വരാം? ഇതിന്റെ ഔട്ട്പുട്ട് വരക്കുകയാണെങ്കിൽ പോസിറ്റീവ് മാത്രമേ എനിക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ, നെഗറ്റീവ് കിട്ടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എങ്ങനെയാണ്? ഇവിടെ സെയിം ആയിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് എനിക്ക് പറയാൻ പറ്റും ഹാഫ് വേവിനെ സംബന്ധിച്ച് അതിന്റെ ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് ഇൻപുട്ട് എന്തായിരിക്കും? എഫ് ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഫ്രീക്വൻസി ഇവിടെ വേരിയേഷൻ വരുന്നില്ല. ഓക്കെ, അതായത് ഇൻപുട്ടിൽ എത്രയാണോ ഫ്രീക്വൻസി വന്നത് അത്ര തന്നെ ഫ്രീക്വൻസി അവിടെ വരുന്നുണ്ട്, എന്റെ ഔട്ട്പുട്ടിലും വരുന്നുണ്ട്. ഓക്കെ അല്ല? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഇതിന്റെ ഡയഗ്രാം പറഞ്ഞു, അതുപോലെ ഇതിൽ എന്ത് ഒരു ഡയോഡ് മാത്രമാണ് യൂസ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഫ്രീക്വൻസി എന്താണ് വരുന്നത്? ഒരു ഹാഫ് വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച് ഇൻപുട്ട് ഫ്രീക്വൻസി എന്തിന് ഈക്വൽ ആയിരിക്കും? ഔട്ട്പുട്ട് ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസ് എടുത്ത് നോക്കൂ. ഈ രണ്ടാമത് ചിത്രം നോക്കൂ. ഫുൾ വേവിലാണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഡയോഡാണ് യൂസ് ചെയ്യുന്നത്, D1ഉം അതുപോലെ D2ഉം. ഓക്കെ, ഇനി ഇവിടെ നമ്മളിപ്പോ നമ്മുടെ നേരത്തെ പറഞ്ഞ അതേ കേസ് കൺസിഡർ ചെയ്യുക. ഞാൻ എന്റെ ഇൻപുട്ടിന്റെ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പൊ അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഈ എയിലേക്ക് എന്ത് വരും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും. ഓക്കെ അല്ലേ? അതുപോലെ ബിയിലേക്ക് എന്താണ്? പോസിറ്റീവ് തന്നെയാണല്ലോ വരിക. ഇനി ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ D1 എന്താ സംഭവിക്കുക? പറയൂ. D1 എന്തായിട്ട് മാറും പോസിറ്റീവ് വരുമ്പോ? ആ, D1 യെസ് ഫോർവേഡ് ബയാസിംഗിലാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ D1 കണ്ടക്ടിങ് ആണ്, നമുക്ക് ഇതിലൂടെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് വരുന്നതെങ്കിലോ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ,
പറയൂ, ഇതിൽ ഏതാണ് കണ്ടക്ടിങ് ആയിട്ട് വരിക? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോ D1 കണ്ടക്ടിങ് ആവോ? D1 അത് റിവേഴ്സ് ബയാസിലാണ്. ഓക്കെ അല്ലേ? അതേസമയം D2 എന്തായിരിക്കും? ആ സമയത്ത് ഫോർവേഡ് ബയാസിംഗിലേക്ക് ആയിരിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? D2യുടെ കണ്ടക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാല് എനിക്ക് ഒരു ഫുൾ വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ സൈൻ വേവ് ഇങ്ങനെയാണ് എങ്കിൽ എനിക്ക് എന്ത് കാരണം അതുപോലെ നെഗറ്റീവ് ഹാഫ് അപ്പൊ പറഞ്ഞു വന്നത് ഒരു ഹാഫ് വേവിനെ സംബന്ധിച്ച് അതിൽ ഒരു ഡയോഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പറഞ്ഞു. പിന്നെ ട്രാൻസ്ഫോർമറിന്റെ ആവശ്യം പ്രത്യേകിച്ച് വരുന്നില്ല. ഇനി ഫുൾ വേവ് ആണെങ്കിൽ എന്ത് സെന്റർ ടാപ്പഡും ഉണ്ട്, അതുപോലെ ബ്രിഡ്ജും ഉണ്ട്. ഫുൾ വേവ് ആണെങ്കിൽ സെന്റർ ടാപ്പഡ് ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്രിഡ്ജ് പിന്നെ ഇവിടെ എഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഫ് വേവിലാണെങ്കിൽ പകുതി മാത്രമേ എന്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ബ്രിഡ്ജ് ആവട്ടെ അല്ലെങ്കിൽ എന്ത് സെന്റർ ടാപ്പഡ് ഫുൾ വേവ് റെക്ടിഫയർ ആവട്ടെ, രണ്ടിലും നമുക്ക് എന്ത് അത്യാവശ്യം മാക്സിമം എന്ത് കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എഫിഷ്യൻസി ഏകദേശം 81% എന്ത് എഫിഷ്യന്റ് ആണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ. അതേസമയം അതിന്റെ പകുതി മാത്രമേ ആര് വരുന്നുള്ളൂ, ഹാഫ് വേവ് റെക്ടിഫയർ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ ഇതിന്റെ ആ ഫ്രീക്വൻസിന്റെ കാര്യത്തിൽ എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് എഫ് ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും എന്ത് ഇൻപുട്ട് ഫ്രീക്വൻസി വരുന്നത്. അതായത് ഇൻപുട്ട് 50 ഹെർട്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് എത്ര വരും? 50 തന്നെ വരും ഒരു ഹാഫ് വേവിനെ സംബന്ധിച്ച്. അതേസമയം ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ അത് സെന്റർ ടാപ്പഡ് ആവട്ടെ അല്ലെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ആവട്ടെ, രണ്ടിലും എങ്ങനെ സംഭവിക്കുന്നത്, ഇൻപുട്ടിന്റെ
ഡബിൾ ആണ് വരുന്നത്. അതായത് ഇൻപുട്ട് 50 ആണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എത്ര കിട്ടും? ഔട്ട്പുട്ട് 100 ഹെർട്സ് ആണ് എനിക്ക് ഫ്രീക്വൻസി വരിക. ഇത് ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് റെക്ടിഫയറിനെ സംബന്ധിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഒന്ന് വേഗം ഓടിച്ചു പറയുകയാണെങ്കിൽ, ഒന്ന് എസിനെ ഡി സി ആക്കി മാറ്റാൻ വേണ്ടിയാണ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹാഫ് വേവും, രണ്ടാമത്തേത് ഫുൾ വേവും. ഫുൾ വേവിൽ തന്നെ നമുക്ക് എന്ത് സെന്റർ ടാപ്പിൾ ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്. ഇത് തമ്മിൽ ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ, സെന്റർ ടാപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് 2 ഡയോഡും, ബ്രിഡ്ജിലാണെങ്കിൽ 4 ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും, ഹാഫ് വേവിലാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി സെയിം ആയിട്ട്, ഇൻപുട്ട് ഫ്രീക്വൻസിന് സെയിം ആയിട്ട് തന്നെയാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി വരുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ നമുക്ക് എന്ത് ഫ്രീക്വൻസി വരുന്നത് ഡബിൾ ആയിട്ടാണ്. ഓക്കെ, ഇൻപുട്ടിന്റെ ഡബിൾ ആയിട്ടാണ് ഫ്രീക്വൻസി വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം, നമുക്ക് കിട്ടിയ ആ ഔട്ട്പുട്ടിന്റെ വേവ് ഫോം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇതെങ്ങനെയാണല്ലോ നമുക്ക് വേവ് വന്നത്. അതേസമയം ഫുൾ വേവ് ആണെങ്കിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കുക, നമുക്കൊരു ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ബാറ്ററി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇങ്ങനെ റിപ്പിൾസ് ഉണ്ടാവോ? ഇല്ലല്ലോ. ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് ബാറ്ററിയിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ എനിക്ക് അതായത് ഇങ്ങനെയുള്ള ഈ ഡീസിനെ എനിക്ക് എന്താക്കി മാറ്റണം? ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ഒരു ഔട്ട്പുട്ട് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലെ റിപ്പിൾസിനെ എനിക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യണം? ഒരു കപ്പാസിറ്റർ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഡീസിനെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് നമുക്കൊരു മാക്സിമം വാല്യൂയിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോ ഈ ഫിൽട്രേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. കാരണം നമുക്ക് ഇതും ഒബ്ജക്റ്റീവായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഔട്ട്പുട്ട് ഡീസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ട്രൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് ഫിൽട്ടർ ചെയ്ത് നമുക്കൊരു ബാറ്ററിന്റെ ഔട്ട്പുട്ട് പോലെ നമുക്ക് ഡീസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ. ഓക്കെ, നമ്മളിപ്പോ ഡയോഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ജനറൽ ഡയോഡ് നിങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അത് പ്രോബ്ലത്തിൽ ഒരുപാട് MCQ ചോദിച്ചിട്ടുണ്ടാവും. നമുക്ക് ചെയ്യാം, ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാം. അതിന്റെ ജസ്റ്റ് നേരത്തെ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ തന്നെ ജനറൽ ഡയോഡിന്റെ കാര്യം പഠിക്കാനുള്ളൂ. ഒന്ന് റിവേഴ്സ് ബയാസിലാണ് അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ പർപ്പസ് എന്താണ്? വോൾട്ടേജ് റെഗുലേഷൻ ആണെന്നുള്ളത് ആലോചിച്ചാൽ മതി. ഇനി അടുത്തതാണ് ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്ററിൽ എങ്ങനെ ഉണ്ടാവുക? നമുക്കറിയാം, ട്രാൻസിസ്റ്റർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, അതുപോലെ സ്വിച്ചിങ് സർക്യൂട്ട് ഒക്കെ ആയിട്ട് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് എത്ര ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്? NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. അതായത് ഒരു NPN ട്രാൻസിസ്റ്റർ പറഞ്ഞാല്, നമുക്കറിയാം ട്രാൻസിസ്റ്റേഴ്സിന് മെയിൻ ആയിട്ട് എത്ര പാർട്സ് ഉള്ളത്? ഇപ്പൊ ഒരു NPN ആണെങ്കിൽ NPN പറയൂ. യെസ്, ഏതൊക്കെ 3 ഒന്ന് ഒരു എമിറ്റർ ഉണ്ടാവും, പിന്നെ ബേസ്, ഒരു കളക്ടർ. ഇങ്ങനെ 3 റീജിയൻ ആണ് ഒരു ട്രാൻസിസ്റ്ററിന് കോമൺ ആയിട്ട് ഉണ്ടാവുന്നത്. NPN ആണെങ്കിലും നമ്മുടെ PNP ട്രാൻസിസ്റ്റർ ആണെങ്കിലും അതിൽ എമിറ്റർ ഉണ്ടാവും, ഒരു പോർഷൻ ബേസ്, മൂന്നാമത് കളക്ടർ. ഇനി ഇതെല്ലാം ഒരേപോലെയാണ് ഡോപ്പ് ചെയ്തിട്ടുള്ളത് ആണോ? അല്ല. അതായത് നോക്കുകയാണെങ്കിൽ നോക്കാം. ഇപ്പൊ സപ്പോസ് ഇവിടെ ഞാനിപ്പോ നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യാണ്. ഇതാണ് എൻ്റെ എമിറ്റർ. ഓക്കെ, ഇത് ബേസ്, ഇതാണ് കളക്ടർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും വലിയ പോർഷൻ ഏതാണ്? ഈ ട്രാൻസിസ്റ്ററിൽ ഏറ്റവും വലിയ റീജിയൻ ഏതാണ്? യെസ്, ഏതാണ്? നമ്മുടെ കളക്ടർ ആണ് ഏറ്റവും വലുത്. ഓക്കെ, ഇനി ഏറ്റവും ചെറുതാരാ? ചെറുത് അല്ലെങ്കിൽ ഏറ്റവും തിന്നായിട്ട് വരുന്നത് ഏതാണ്? ബേസ് റീജിയൻ ആണ് ഏറ്റവും തിന്നായിട്ട് വരുന്നത്. അതുപോലെ നമ്മുടെ എമിറ്ററിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഒരു മോഡറേറ്റ് സൈസ് ആയിരിക്കും. അതായത് ബേസിന്റെക്കാൾ വലുതും അതുപോലെ കളക്ടറിനേക്കാൾ ചെറുതുമായിരിക്കും നമ്മുടെ എമിറ്ററിന്റെ സൈസ്. ഇനി ഇതിന്റെ ഡോപ്പിംഗ് നോക്കുകയാണെങ്കിലോ? ഡോപ്പിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ മാറിപ്പോകരുത്. അതായത് കളക്ടർ വലുപ്പം കൂടുതലുണ്ടെങ്കിലും ഏറ്റവും ഡോപ്പിംഗ് കൂടുതൽ ഏതാണ്? എമിറ്ററിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഹൈലി ഡോപ്ഡ് റീജിയൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒരു ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ആണ് ഏറ്റവും കൂടുതൽ ഡോപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ് നമ്മുടെ കളക്ടർ. പിന്നെ ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് സൈസും കുറവാണ്, അതുപോലെ വളരെ ലേറ്റ്ലി ഡോപ്ഡ് ആണ് ബേസ് റീജിയൻ. ഓക്കെ അല്ലേ?
ഇത് മാറിപ്പോയത്, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നോക്കാം, ഒരു എമിറ്റർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവുക, എമിറ്ററിൽ അത് ഹെവിലി ഡോപ്ഡ് ആണ് എമിറ്റർ. ഓക്കെ, സ്വാഭാവികയുടെ പേര് വരാൻ കാരണം എന്താ, നമുക്കറിയാം ഹെവിലി ഡോപ്ഡ് ആയത് കൊണ്ട് തന്നെ അതിൽ ഇലക്ട്രോൺ ആവട്ടെ അല്ലെങ്കിൽ ഹോൾസ് ആവട്ടെ അതെന്ത് ചെയ്യും, കൂടുതലായിട്ട് ചാർജ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് എമിറ്റർ എന്നുള്ള പേര് വരാൻ കാരണം, എമിറ്റർ. ഓക്കെ, ഇനി ബേസ് ആണെങ്കിൽ നമുക്കറിയാം, ബേസ് ആണെങ്കിൽ എന്താ, ബേസ് അതുപോലെ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഇലക്ട്ര ആണെങ്കിൽ നമുക്കറിയാം ഡോപ്പിന്റെ കേസ് ആണെങ്കിൽ എന്താണ്, മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അതേപോലെ ഇത് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എമിറ്ററിൽ നിന്ന് വരുന്ന ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യുന്നതാണ് എന്ത്, കളക്ടർ എന്നുള്ള റീജിയൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കളക്ടർ എന്ന് പേര് കൊടുത്തത്. ഇതൊക്കെ ബേസിക് ആണ്. ജസ്റ്റ് ഇതിലെ ഈ ഡോപ്പിങ്ങിന്റെ കാര്യം അതുപോലെ അതിന്റെ സൈസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അത് NPN ആണെങ്കിലും PNP ട്രാൻസ്ഫർ ആണെങ്കിലൊക്കെ തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ എന്ത്, ഇതിനെ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരിക. നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ ആകുമ്പോൾ നമ്മളിപ്പോ ഒരു NPN ആണെങ്കിൽ NPN ആവട്ടെ അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്റർ ആവട്ടെ, നമ്മൾ എല്ലാ സമയത്തും കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, ഇതിപ്പോ എമിറ്റർ, ഇത് ബേസ്, കളക്ടർ. നമ്മൾ കണക്ട് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എമിറ്ററും അതുപോലെ ബേസും ഉണ്ടല്ലോ, അതെല്ലാ സമയത്തും എന്തായിരിക്കണം, ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കണം. ഓക്കെ, എമിറ്റർ ബേസ് അല്ലെങ്കിൽ ബേസ് എമിറ്റർ എല്ലായ്പ്പോഴും എങ്ങനെ ആയിരിക്കണം, ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കണം. അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷൻ എല്ലായ്പ്പോഴും എങ്ങനെ ആയിരിക്കണം, റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കണം. ഓർത്ത് വെക്കുക, രണ്ടും മാറിപ്പോവരുത്. എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസിങ്ങിൽ പറഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ NPN ആണല്ലോ, ഈ കേസിൽ എനിക്ക് ഇതിനെ ഫോർവേഡ് ബയാസിങ് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സെല്ലിന്റെ ഏതാണ് കണക്ട് ചെയ്യേണ്ടത്, യെസ്, നെഗറ്റീവ് അല്ലേ, ഇവിടെ N അതുകൊണ്ട് നെഗറ്റീവ്. സോ ഇങ്ങനെ വരും. അതുപോലെ ഇനി ഇവിടെ എന്റെ കളക്ടർ ബേസ് റീജിയനിലേക്ക് ഞാനൊരു സെല്ല് കണക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും, പറയൂ. കളക്ടർ ബേസ് എങ്ങനെ ആയിരിക്കണം, എല്ലാ സമയത്തും റിവേഴ്സ് ബയാസ് ആണ്. റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഇവിടെ ഞാൻ എങ്ങനെ കണക്ട് ചെയ്യണം, ഇവിടെ N സ്ഥാനത്ത് ഇവിടെ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കണം. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് എന്ത്, എന്റെ ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ സർക്യൂട്ട് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വർക്ക് ആവുള്ളൂ. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, ബേസ് എമിറ്റർ റീജിയൻ എല്ലായ്പ്പോഴും എങ്ങനെ ആയിരിക്കണം, അത് ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കണം. അതുപോലെ കളക്ടർ ബേസ് റീജിയൻ എല്ലായ്പ്പോഴും റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റിവേഴ്സ് നമ്മുടെ PNPയുടെ വരക്കാം. എങ്ങനെ വരും, PNP ആണെങ്കിൽ പറയൂ. ഇതാ PNP ആണെങ്കിൽ നോക്കാം, ഇവിടെ എന്റെ എമിറ്റർ, ഇത് P, ഇത് എന്റെ ബേസ്, ഇത് N, ഇത് കളക്ടർ. ഓക്കെ അല്ലേ, ഇത് എമിറ്റർ, ഇത് ബേസ്, കളക്ടർ. ഇനി നമുക്കറിയാം എമിറ്റർ ബേസ് റീജിയൻ എല്ലായ്പ്പോഴും എങ്ങനെ ആയിരിക്കണം, ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കണം. അപ്പൊ ഈ സമയത്ത് PNP ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കണം, എന്നാലേ ഇത് ഫോർവേഡ് ബയാസിങ്ങിലാവുള്ളൂ. ഓക്കെ, അതേപോലെ ഇനി എന്ത്, കളക്ടർ ബേസ് റീജിയൻ എങ്ങനെ ആയിരിക്കണം, റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ എന്ത് കണക്ട് ചെയ്യും, സെല്ലിന്റെ പറയൂ നെഗറ്റീവ് ആണ് ഇവിടെ കണക്ട് ചെയ്യുക, അപ്പോഴേ അത് റിവേഴ്സ് ആവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞത് ഓക്കെ അല്ലേ, കാരണം ഇത് അറിഞ്ഞാലേ നമ്മൾ എന്ത് ഇതിന്റെ കോൺഫിഗറേഷൻസ് പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത്, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ബേസ് എമിറ്റർ റീജിയൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ്, റിവേഴ്സ് ബയാസ്ഡ്. ഈ പോയിന്റ് ഓർത്തു വെക്കുക. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആ കോൺഫിഗറേഷൻസ് പഠിക്കാലോ. കോൺഫിഗറേഷൻ പറയാം അതിനു മുമ്പ് നമ്മുടെ ഒരു ട്രാൻസിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്, അതിന്റെ സിമ്പിള് എങ്ങനെ വരക്കും നോക്കാം. ഇതാണ് എന്റെ ബേസ്, പിന്നെ കളക്ടർ ഉണ്ട്, പിന്നെ എങ്ങനെ വരും, അതായത് ഇതാണ് എന്റെ ബേസ്. ഓക്കെ, ഇതിലേക്ക് സെക്കൻഡ് എങ്ങനെ വരക്കുക, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഈ ആരോ മാർക്ക് കൊടുത്തതാണ് എന്ത്, നമ്മുടെ എമിറ്ററിന്റെ ടെർമിനൽ വരിക. ഓക്കെ, എല്ലായ്പ്പോഴും ഇനിയിപ്പോ കോമൺ ബേസ് ആവട്ടെ അല്ലെങ്കിൽ എന്ത് കോമൺ എമിറ്റർ ആവട്ടെ, ഏത് കോൺഫിഗറേഷൻ ആണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി എന്ത് എമിറ്ററിന്റെ ടെർമിനൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ഈ ആരോ മാർക്ക് ഉള്ളതാണ് എന്ത് എമിറ്ററിന്റെ വരിക. ഈ ആരോ മാർക്ക്
ഒന്ന് താഴോട്ടും വരാം, അല്ലെങ്കിൽ എന്ത് മുകളിലോട്ടും വരാം. അത് ഡിപ്പെൻസ്. അത് NPN ആണോ PNP ആണോ അനുസരിച്ച് അതെന്ത് ആരോ മാർക്ക് അതിന്റെ ഡയറക്ഷൻ വ്യത്യാസപ്പെടും. ഓക്കെ. അപ്പോ നോർമലി നോക്കുകയാണെങ്കിൽ എന്ത് ഇങ്ങനെയാണ് എന്ത് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഫോർമാറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താ ഒരു സിമ്പല്. അപ്പൊ ഇതാണ് എന്റെ ബേസ്, ഇതാണ് കളക്ടർ. ഓക്കെ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി നോക്കാം. ഇതാണ് എന്റെ ബേസ്. ഇനി ബേസിലൂടെ ഇങ്ങോട്ട് ആരോ മാർക്ക് കൊടുത്തതാണ് എന്ത് നമ്മുടെ എമിറ്റർ. ഇത് എമിറ്റർ റീജിയൻ. ഇനി എന്ത് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇതാണ് കളക്ടർ റീജിയൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ഇതിന്റെ കോൺഫിഗറേഷൻസ് നോക്കാം. കോമൺ ബേസ് കോൺഫിഗറേഷൻ. കോമൺ ബേസ് കോൺഫിഗറേഷനിൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, കോമൺ ബേസ് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും കോമൺ ആയിട്ട് വരിക? അവിടെ ബേസ് ആണ് കോമൺ ആയിട്ട് വരിക. ഓക്കെ. അപ്പോ ഈ കേസിൽ ബേസ് ആണ് കോമൺ ആയിട്ട് വരിക പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻപുട്ട് ഞാൻ എവിടെ കൊടുക്കും? ഇൻപുട്ട് ബാറ്ററി ഒക്കെ എവിടെ കൊടുക്കും? സിഗ്നൽ കൊടുക്കുന്നത് എവിടെ ആയിരിക്കും? ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ്. എമിറ്ററിനും ബേസിനും ഇടയിലാണ് ആരെ കണക്ട് ചെയ്യുക? ഇൻപുട്ട് കണക്ട് ചെയ്യുക. അതുപോലെ ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുക്കും? ഔട്ട്പുട്ട് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്. ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ ഈ ഇത് നോക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ചിത്രം തന്നെ എന്താ, ഇതിനെ എനിക്കെന്ത് ഞാൻ ഇപ്പൊ ഇതിനെ കോമൺ ബേസ് ആക്കി മാറ്റുകയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ നോക്കാം, ഇതാ ഇവിടെ എന്റെ സെല്ല് കണക്ട് ചെയ്തു. അതുപോലെ നമ്മുടെ കളക്ടർ, എമിറ്റർ, ബേസ് എന്താ ഇവിടെയും. ഇപ്പൊ നോക്കൂ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്റെ ഇൻപുട്ട്, ഇതാണ് എന്റെ ഇൻപുട്ട്, ഇതാണ് ഔട്ട്പുട്ട്. അപ്പൊ രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് ഏതുമായിട്ട് വരുന്നത്? എമിറ്ററും ബേസും ആണ് എന്ത് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അതുപോലെ കളക്ടറും ബേസും ആണ് എവിടെ വരിക? ഔട്ട്പുട്ട് വരിക. ഓക്കെ അല്ലേ? അതുപോലെ ബയാസിങ് ആണെങ്കിൽ നമുക്കറിയാം, ഇൻപുട്ടിലാണല്ലോ ബയാസിങ് കൊടുക്കുക. ഇൻപുട്ടിൽ ബയാസിങ് എല്ലാം കൊടുക്കും, അത് ഫോർവേഡ് ബയാസിങ്ങിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഔട്ട്പുട്ടിൽ എങ്ങനെ കൊടുക്കും? ഔട്ട്പുട്ടിൽ എല്ലായ്പ്പോഴും റിവേഴ്സ് ബയാസിങ്ങിൽ കൊടുക്കും. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ഇൻപുട്ടിൽ ഇവിടെ എന്ത് ഫോർവേഡ് ബയാസിങ് കൊടുക്കും, ഔട്ട്പുട്ടിൽ റിവേഴ്സ് ബയാസിങ്ങും കൊടുക്കും. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ജസ്റ്റ് ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസാ പറയുന്നത്. ഇവിടുത്തെ കറന്റ് ഗെയിൻ, അതായത് ഇവിടെ കറന്റ് ഗെയിൻ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്നുള്ള സിമ്പിളാണ്. ജസ്റ്റ് അറിഞ്ഞാൽ മതി. കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് കറന്റ് ടു ഇൻപുട്ട് കറന്റ് ഐ ഇൻ. ഓക്കെ. അതായത് ഈ കേസിൽ ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് എവിടെ നിന്നാണ് എടുക്കുക? കോമൺ ബേസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് എടുക്കുന്ന ഏതിൽ നിന്നാണ്? കളക്ടറിൽ നിന്നാണ് നമ്മൾ എന്ത് ഔട്ട്പുട്ട് എടുക്കുക. അപ്പൊ ഇവിടുത്തെ കറന്റ് ഐ ഔട്ട് എന്തായിരിക്കും? അത് IC ആയിരിക്കും. IC എന്നുള്ളത് എന്താണ്? കറന്റ് ആണ്. അതുപോലെ ഇവിടെ ഇൻപുട്ട് ഏതാ വരുന്നത്? ഇൻപുട്ട് കറന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? എമിറ്റർ ആണ്. ഓക്കെ അല്ല? അതിനെയാണ് നമ്മൾ IE എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും എന്താ? ആൽഫ ഈക്വൽ ടു എന്ത് വരും? ആൽഫ ഈക്വൽ ടു IC ഡിവൈഡഡ് ബൈ IE. ഇറ്റ് ഇസ് ദ റേഷ്യോ കറന്റ്. ഓക്കെ. IC ബൈ IE ആണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ജനറലി പറയുകയാണെങ്കിൽ I ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ I ഇൻപുട്ട് ആണ് എന്ത് നമ്മുടെ കറന്റ് ഗെയിൻ വരുന്നത്. ഇനിയിപ്പോ ഗെയിൻ എന്നുള്ളത് ഇനി വോൾട്ടേജ് ഗെയിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ വോൾട്ടേജ് ഗെയിൻ എന്താ വരിക? നിങ്ങൾ പറയാം ഗെയിൻ എന്ന് വന്നാൽ തന്നെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. വോൾട്ടേജ് V അല്ലെങ്കിൽ എന്താ വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ എന്ത് വരും? വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ പറയൂ, V ഔട്ട് ബൈ V ഇൻ ആണ് വരിക. ഓക്കെ. ഇത് നിങ്ങളോട് പവർ ഗെയിൻ ആണ് ചോദിക്കുന്നതെങ്കിലോ? പവർ ഗെയിൻ ആണെങ്കിൽ എന്ത് വരും? P ഔട്ട് ബൈ പവർ ഔട്ട് ഡിവൈഡഡ് ബൈ പവർ ഇന്ന്. സംഗതി പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഇവിടെ ഈ ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്ത് പ്രോബ്ലത്തിലേക്ക് ആവശ്യം വരും? കറന്റ് ഗെയിൻ ഓഫ് എ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഈസ് ആൽഫ ഈക്വൽ ടു IC ബൈ IE. പിന്നെ ഇതിന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആൽഫിന്റെ വാല്യൂ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ടിപ്പിക്കലി വരുന്നത് 0.95 to 0.99. അതായത് എല്ലായ്പ്പോഴും ലെസ് ദാൻ 1 ആണെന്ന് ആലോചിക്കുക. പിന്നെ ബാക്കി പോയിന്റ്സ് എന്താണ്? ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും? ഹൈ ആണ്. അതുപോലെ ഇൻപുട്ട് ഇമ്പിഡൻസ്, അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇതിന് കുറവാണ്. അതുപോലെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കൂടുതലാണ്. അത് എത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഹൈ ഫ്രീക്വൻസി ആംപ്ലിഫയറിൽ എന്ത് കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, നോർമലി ഒരു ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഈ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്കെന്നാ അടുത്ത നോക്കാം, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പൊ കോമൺ ബേസ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കോമൺ എമിറ്റർ സിമ്പിളായി പറയാൻ പറ്റും.
ഇവിടെ എന്താ കോമൺ ആയിട്ട് വരിക? ഇവിടെ ഈ സർക്യൂട്ടിൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് ആര് വരും? എമിറ്റർ വരും. അതായത് ഇവിടെ ഇൻപുട്ട് നോക്കാം. ഇൻപുട്ടിൽ കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? എമിറ്റർ വരുന്നുണ്ട്. ഔട്ട്പുട്ടിലും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? എമിറ്റർ വരുന്നുണ്ട്. ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിച്ചത്? കോമൺ എമിറ്റർ അല്ലെങ്കിൽ സിഇ കോൺഫിഗറേഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന ഏതുമായിട്ടാണ്? ബേസും എമിറ്ററും ആയിട്ടാണ് എന്ത് ഇൻപുട്ട് കണക്ട് ചെയ്യുക. അതുപോലെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ആ ചിത്രം വരക്കുകയാണെങ്കിൽ നോക്കാം. ഇവിടെ വരുമ്പോ കോമൺ ആയിട്ട് ആരാണ് വരുന്നത്? എമിറ്റർ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ഇതിനൊന്ന് തിരിച്ചാണ് വരക്കുന്നത്. ഓക്കെ. എമിറ്റർ കോമൺ ആയിട്ട് വരണല്ലോ. ഇത് എന്റെ ബേസ്, പിന്നെ കളക്ടർ ഇത്. ഓക്കെ. അപ്പൊ നോക്കുകയാണെങ്കിൽ എന്ത് ഞാൻ എന്ത് ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്ത് കളക്ടറിനും അതുപോലെ എമിറ്ററിനും ഇടയിലാണ് എന്ത് ഞാൻ എന്റെ ഔട്ട്പുട്ട് വി ഔട്ട് കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കുക, ഇൻപുട്ട് കൊടുത്ത എവിടെയൊക്കെയാണ്? ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് ബേസിന്റെയും എമിറ്ററിന്റെ ഇടയിലാണ് ഞാൻ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത് എവിടേക്കാണ്? കളക്ടറിന്റെയും എമിറ്ററിന്റെ ഇടയിലാണ് ഞാൻ ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ബയാസിങ് നിങ്ങൾക്ക് ഇനി സിമ്പിളായി പറഞ്ഞുകൂടെ? എവിടേക്കാണ്? ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റുന്നില്ല. എന്താണ്? ഇൻപുട്ടിൽ ഫോർവേഡ് ബയാസിങ്ങും ഔട്ട്പുട്ടിൽ റിവേഴ്സ് ബയാസിങ്ങും കൊടുക്കുക. ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോവും. ഓക്കെ. അപ്പൊ എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിലാക്കാം
വന്നത് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് ആയിരുന്നു. കോമൺ ബേസ് പറഞ്ഞു, കോമൺ എമിറ്റർ പറഞ്ഞു. നോർമലി യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? കോമൺ എമിറ്റർ ആണ്. പിന്നെ ആൽഫയും ബീറ്റയും എന്താ പറഞ്ഞു? രണ്ടും തന്നെയാണ് എന്താ പറയാ നമ്മുടെ കറന്റ് ഗെയിൻ ആണ്. ഇതില് ആൽഫ എന്ന് പറയുന്നത് എവിടുത്തെ കറന്റ് ഗെയിൻ ആണ്? കോമൺ ബേസിലെ കറന്റ് ഗെയിൻ ആണ്. അതേസമയം ബീറ്റ എന്ന് പറയുന്നത് അത് കോമൺ എമിറ്ററിലെ കറന്റ് ഗെയിൻ ആണ്. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? വലിയ വാല്യൂ വരുന്നത് ബീറ്റയാണ്. ഓക്കെ അല്ലേ? അപ്പൊ അത് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനി ലാസ്റ്റ് നമ്മൾ പറയായിരുന്നു, അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താണ് കളക്ടർ ആയിരിക്കും കോമൺ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ബാക്കി ഇതിന്റെ വേറെ പേരാണ് എമിറ്റർ ഫോളോവർ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം അത്ര നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ അല്ല. ഓക്കെ. പിന്നെ ഇവിടെ എന്താണ് കറണ്ട് ഗെയിന് കൂടുതൽ ഹൈ കറണ്ട് ഗെയിൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ വോൾട്ടേജ് ഗെയിന് വരുന്നത് ഇവിടെ 1 ആണ്, അപ്രോക്സിമേറ്റ്ലി 1 ആണ് വരുന്നത്. അതായത് ഈ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ത് തരുന്നില്ല? ആംപ്ലിഫിക്കേഷൻ തരുന്നില്ല. ഓക്കെ. അതായത് നിങ്ങൾ ആലോചിക്കുക, വി ഔട്ട് ബൈ വി ഇൻ ആണല്ലോ നമ്മുടെ എന്ത് വരുന്നത്? വോൾട്ടേജ് ഗെയിൻ. ഇത് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വി ഔട്ടും വി ഇന്നും ഈക്വൽ അല്ലേ? അത് മീൻസ് ഇൻപുട്ട് എത്രയാണോ വോൾട്ടേജ് അതിന്റെ അത്രയും എന്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. ഓക്കെ അല്ലേ? അതായത് ഇതിന്റെ അർത്ഥം എന്താ? ആംപ്ലിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഒരു കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ നമുക്ക് എന്ത് വോൾട്ടേജ് ഗെയിൻ നിയർലി 1 ആയിട്ടാണ് വരുന്നത്. അവിടെ പ്രത്യേകിച്ച് ആംപ്ലിഫിക്കേഷൻ വരുന്നില്ല. അതേസമയം കോമൺ എമിറ്റർ ആണെങ്കിൽ അവിടെ എന്ത് നമുക്കൊരു ആംപ്ലിഫിക്കേഷൻ കിട്ടും. പിന്നെ ഇതിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്താണ്? ഹൈ ആണ്. അതുപോലെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്താ ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ബഫർ സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇത്രയും 3 കോൺഫിഗറേഷൻ നമുക്ക് മെയിൻ ആയിട്ട് ഇതിലൊരു പഠിക്കാനുള്ളത് ഇതിപ്പോ നേരത്തെ. അപ്പൊ എന്താ റിലേഷൻ? നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ ഐ സി ബൈ ഐ ആണ്. അതുപോലെ ബീറ്റ എന്ന് പറഞ്ഞാൽ ഐ സി ബൈ ഐ ബി ആണ്. പിന്നെ നമുക്ക് ഇത് ഡെറിവേഷൻ ആവശ്യമില്ല, എന്നാലും ഒരു ട്രാൻസ്ഫറിന്റെ കേസിൽ ഐ ഇ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? എമിറ്ററിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് ഐ ബി പ്ലസ് ഐ സി ആണ് വരുന്നത്. ഓക്കെ. അതായത് എമിറ്ററിലെ കറണ്ട് ഈക്വൽ ടു സം ഓഫ് ബേസ് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട്. ഓക്കെ. അതായത് ഐ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി ആണ്. ഇത് ജനറലി ഒരു ഇക്വേഷനിൽ വരുന്നുണ്ട്. ഓക്കെ. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. എന്തായാലും നമുക്ക് ആ ഫൈനൽ ഇക്വേഷൻ മതി, ഡെറിവേഷൻ ആവശ്യമില്ല. അപ്പൊ നോക്കാം. ഒരു ഇക്വേഷൻ വരുന്നത് എന്താണ്? ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ബീറ്റ ഈക്വൽ ടു എന്താണ്? ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്നുള്ളൊരു ഇക്വേഷൻ വരുന്നുണ്ട്. അതുപോലെ ആൽഫിന്റെ ടേംസ് പറയുകയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു ബി. എക്സാമിന് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഇതുവരെ പറഞ്ഞതിൽ ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണെന്ത് ഇത്. ഓക്കെ. ഈ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ രണ്ടും തന്നെയാണ് കറണ്ട് ഗെയിൻ ആണ്. ആൽഫ എന്നുള്ളത് കോമൺ ബേസ് കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിനും ബീറ്റ എന്നുള്ളത് സിഇ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ ആണ്. മാറിപ്പോകില്ലല്ലോ. അപ്പൊ ബീറ്റ ഒന്ന് പഠിച്ചാൽ മതി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി മറ്റേ എഴുതിയാൽ മതി. എന്തായാലും ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ, അല്ലെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ. ഇത് ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് ആംപ്ലിഫയർ. ഓക്കെ. ആംപ്ലിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇൻപുട്ട് വോൾട്ടേജിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അല്ലേ? അല്ലെങ്കിൽ വീക്ക് സിഗ്നലിനെ നമുക്ക് എന്താ ഒരു സ്ട്രോങ് സിഗ്നലാക്കി മാറ്റാൻ വേണ്ടിയാണ് ആംപ്ലിഫയേഴ്സ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസിസ്റ്റേഴ്സ് ആണ് ആംപ്ലിഫയർ ആയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. ട്രാൻസിസ്റ്റേഴ്സ് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കോൺഫിഗറേഷൻ ആണ്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആകുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യുന്നറിയാം, പക്ഷെ ഇതെന്തായിരിക്കും 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. അതായത് ഇൻപുട്ട് ഇങ്ങനെയാണ്, ഇതാണ് ഇൻപുട്ട് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? അത് വലിയ സിഗ്നൽ ആയിരിക്കും, അത് ഔട്ട് ഓഫ് ഫേസ് ആണ്, അല്ലെങ്കിൽ 180 ഡിഗ്രി
ഫേസ് ഡിഫറൻസ് ഉണ്ടാവും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. അതായത് ഒരു ആംപ്ലിഫയറെ സംബന്ധിച്ച് ഇൻപുട്ടും ഔട്ട്പുട്ടും എങ്ങനെയാണ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതാണ് ഇൻപുട്ട് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? വലിയ ഔട്ട്പുട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ട് ആയിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ആ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ വോൾട്ടേജ് കുറവായിരുന്നു, ഇവിടെ എന്താണ് ഇവിടെ വോൾട്ടേജ് വലിയ വോൾട്ടേജ് കിട്ടി, അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ കിട്ടി. അല്ലെങ്കിൽ ഇവിടെ വീക്ക് സിഗ്നൽ ആയിരുന്നു, അതിനെ നമ്മൾ എന്ത് ഒരു ആംപ്ലിഫയറിലെ കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക എങ്ങനെയാണ്? ഒരു സ്ട്രോങ് സിഗ്നൽ ആയിട്ടാണ് കിട്ടുക. അതുപോലെ ഇതെന്താണ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏത് റീജിയൻ നമുക്കറിയാം, നമ്മുടെ ട്രാൻസിസ്റ്റർ നമ്മൾ 3 റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. സാച്ചുറേഷൻ റീജിയൻ, അതുപോലെ ആക്റ്റീവ് റീജിയൻ, കട്ട് ഓഫ് റീജിയൻ, അങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മളിതിന്റെ VI ക്യാരക്ടറിസ് എന്താ പറയാ, ആ VI ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ ഈ റീജിയൻ ഈ രീതിയിലാണ് ഇതിന്റെ ഗ്രാഫ് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇതാണ് നമ്മുടെ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്, സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, പിന്നെ ഈ റീജിയൻ ഉണ്ടല്ലോ, ഈ റീജിയൻ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് റീജിയനിലാണ് ആംപ്ലിഫയേഴ്സ് ഒക്കെ വർക്ക് ആവുക. ഓക്കെ, ആക്റ്റീവ് റീജിയനിലാണ് ആംപ്ലിഫയേഴ്സ് ഒക്കെ വർക്ക് ആവുന്നത്. അത് എക്സാം ചോദിച്ചതാണ്. പിന്നെ ഇവിടെ എന്ത്, ഇതിന്റെ ലോവസ്റ്റ് വാല്യൂ ഉണ്ടല്ലോ, ഈ റീജിയനെയാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് വിളിക്കുക. കട്ട് ഓഫ് റീജിയൻ. ഓക്കെ, ഈ കട്ട് ഓഫ് റീജിയൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ആ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, കട്ട് ഓഫ് റീജിയൻ. അപ്പൊ ഒരു കാര്യം ആലോചിക്കുക, അതായത് ആംപ്ലിഫയേഴ്സ് നോർമലി വർക്ക് ചെയ്യുന്നത് ഏത് റീജിയനിലാണ്? ആക്റ്റീവ് റീജിയനിലെ എന്ത് വർക്ക് ചെയ്യുള്ളൂ? ആംപ്ലിഫയേഴ്സ് വർക്ക് ചെയ്യുള്ളൂ. ഇതൊരു ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട് തന്നാണ്, നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്നും പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ കൊടുത്തത് എങ്ങനെയാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് അല്ലേ? ഇനി ഇവിടെ നോക്കാം, ഇൻപുട്ട് സിഗ്നല് കണ്ടോ, ഇതാണ് ഇൻപുട്ട് സിഗ്നല്. നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ എന്ത് കിട്ടി? ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ട് സിഗ്നലാണ് കിട്ടിയത്. അതുപോലെ ഇത് ഇൻപുട്ട് സിഗ്നല് ഇങ്ങനെ കിട്ടിയപ്പോൾ ഔട്ട്പുട്ട് എന്തായിരുന്നു വന്നത്? 180 ഡിഗ്രിയിലാണ് വന്നത്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസിലാണ് ഔട്ട്പുട്ട് വന്നത്. ഓക്കെ, പിന്നെ ബാക്കി ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഇതാണ് ഒരു ബേസിക് ആയിട്ട് സർക്യൂട്ട്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇതിന്റെ വർക്കിങ്ങോ മറ്റു കാര്യങ്ങളോ പഠിക്കാനൊന്നുമില്ല. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആംപ്ലിഫയറിന്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ഗെയിനിന്റെ ഇത് ഞാൻ
അപ്പോ ആംപ്ലിഫയറിന്റെ ആ ബേസിക്സ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിന്റെ കറണ്ട് ഗെയിന് ബീറ്റയും വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എ വി ഈക്വൽ ടു മൈനസ് ബീറ്റ ആർ സി ബൈ ആർ ഇ. ഓക്കെ അല്ലേ? പി ഈക്വൽ ടു എ ഐ ഇൻറ്റു എ വി. ജസ്റ്റ് നമുക്ക് പവർ. അപ്പോൾ എനിക്ക് പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതായിക്കൂടെ, കറണ്ട് ഗെയിൻ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ എന്ന് കൊടുക്കാമല്ലോ. ജസ്റ്റ് കൊടുത്തു എന്നുള്ളൂ. എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം വോൾട്ടേജ് ഗെയിൻ്റെ കാര്യമാണ്. എ വി ഈക്വൽ ടു മൈനസ് ബീറ്റ ഇൻറ്റു ആർ സി ബൈ ആർ ഇ. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബീറ്റ എന്താണ്, നമുക്ക് കോൺസ്റ്റന്റ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ച് എന്താണ് ഫിക്സഡ് ആക്കി നമുക്ക് എന്താ എത്രയും അത് വേരി ചെയ്യാൻ പറ്റും. അതുപോലെ ആർ സി അതുപോലെ എന്ത് ചെയ്യാം, അതും ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ അല്ലേ കപ്പാസിറ്റർ, സോറി കളക്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് ആർ സി. അതുപോലെ ആർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്രയാണോ ഔട്ട്പുട്ട് ഗെയിൻ അല്ലെങ്കിൽ എന്താ ഔട്ട്പുട്ട് വോൾട്ടേജ് വേണ്ടത് അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ബീറ്റ ടൈംസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് ഇതിൽ ലാസ്റ്റ് ടോപ്പിക് ആണ് ഓസിലേറ്റർ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഓസിലേറ്റേഴ്സ്, പല ടൈപ്പ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എൽ സി ഓസിലേറ്റർ ആണ്. അതായത് ഇവിടെ ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻസ് നമ്മുടെ ഇൻഡക്ടറും അതുപോലെ കപ്പാസിറ്ററും ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. എൽ സി ഓസിലേറ്റർ ആകുമ്പോൾ സമയത്ത് ഇവിടെ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യും? ഇവിടെ ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഇനി അതെങ്ങനെ യൂസ് ചെയ്യണം? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് ഫീഡ്ബാക്കിംഗ് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇതാ, നമ്മുടെ ഔട്ട്പുട്ട് ഇല്ലേ, ആ ഔട്ട്പുട്ടിനെ എന്തൊരു കണക്ട്, ഔട്ട്പുട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഞാൻ നേരെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതിനെയാണ് എന്ത് വിളിക്കുക, ഫീഡ്ബാക്കിംഗ് എന്ന് പറയാം. ഇനി ഒരു ഓസിലേറ്ററിനെ സംബന്ധിച്ച് നമുക്കറിയാം, നോർമൽ ഒരു ഓസിലേറ്റർ ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഇങ്ങനെ അതിന്റെ ഓസിലേഷൻ ലാസ്റ്റ് അല്ല എങ്കിൽ നോർമൽ അപ്പൊ പറഞ്ഞു വന്നത്, നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, എൽ സി ഓസിലേറ്റർ കിട്ടാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ യൂസ് ചെയ്യും. എങ്ങനെ? വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, ടു കോമ്പൻസേറ്റ് എനർജി ലോസ് ഇൻ ദ ടാങ്ക് സർക്യൂട്ട്. അതായത് നമ്മളിവിടെ എൽ സി ഓസിലേറ്റർ ആകുമ്പോൾ അതിന് ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെ കപ്പാസിറ്ററും ഉണ്ടാവും പിന്നെ ഇൻഡക്ടറും ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് കപ്പാസിറ്റർ, ഇത് നമ്മുടെ ഇൻഡക്ടർ. അപ്പൊ നമ്മൾ ഇതിന്റെ വർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അതായത് ഇതിലൂടെ ഇപ്പോൾ സപ്പോസ് നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയാണെങ്കിൽ
ഇത് ചാർജ് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഇവിടുത്തെ മാക്സിമം എനർജി എത്ര വരും? കപ്പാസിറ്ററിലെ എനർജി എന്ത് വരും? ഹാഫ് സി വി സ്ക്വയർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫ് സി വി സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇത് ഫുൾ ചാർജ് ആയി വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് ഇതെന്ത് ചെയ്യും? ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഇത് ഡിസ്ചാർജ് ചെയ്യുന്നതിലൂടെ, ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡക്ടറിലൂടെയാണ് ഡിസ്ചാർജ് ചെയ്യുക. ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻഡക്ടർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഇൻഡക്ടറിലൂടെ അത് മാഗ്നറ്റിക് എനർജി ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുക എനർജി. അപ്പോൾ അവിടുത്തെ എനർജിയാണ് എന്ത്? ഹാഫ് എൽ ഐ സ്ക്വയർ. ഓക്കെ അല്ലേ? അതായത് കപ്പാസിറ്റർ ആദ്യം ഫുൾ ചാർജ് ആയി, ദെൻ ആ സമയത്ത് ഇൻഡക്ടർ 0 ആയിരുന്നു. ദെൻ കപ്പാസിറ്റർ പിന്നെ ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യും. ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇൻഡക്ടറിലെ എനർജി കൂടും. അപ്പൊ ആ സമയത്ത് കപ്പാസിറ്ററിന് ചാർജ് കുറയും. ഓക്കെ, പിന്നെ അങ്ങനെ പോയി ഇൻഡക്ടറിലൂടെ മാക്സിമം എനർജി എത്തുന്നു. ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യും? കപ്പാസിറ്ററിലൂടെ ഇത് വീണ്ടും ഡിസ്ചാർജിങ് സംഭവിക്കും. അങ്ങനെ എന്ത് ചെയ്യും? വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അത് ഇങ്ങനെ ഒരു എന്താ പറയാ, ഓസിലേഷൻ പോലെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് ടാങ്ക് സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഇൻഡക്ടറും അതുപോലെ കപ്പാസിറ്ററുമാണ്. പിന്നെ പല ടൈപ്പ് എൽ സി ഓസിലേറ്റർ ഉണ്ട്. നമുക്ക് ജസ്റ്റ് പേര് ഓർത്ത് നിന്നാൽ മതി. ഹാർട്ട്ലി ഓസിലേറ്റർ, അതുപോലെ കോൾപിറ്റ് ഓസിലേറ്റർ, ക്ലാപ്പ് ഓസിലേറ്റർ, ഇതിലൊക്കെ നടക്കുന്ന, ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണന്റ് എന്തൊക്കെ തന്നെയാണ്? നേരത്തെ പറഞ്ഞ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറും പിന്നെ ഇൻഡക്ടറും ഉണ്ടാവും, കപ്പാസിറ്റൻസ് ഉണ്ടാവും. അത് നമ്പർ മാത്രം വ്യത്യാസപ്പെടും. ഓക്കെ, ഇനി എന്താ പറയാ, ഇതിന്റെ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടുത്തെ ഈ എൽ സി ടാങ്ക് സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി വരുന്നത് എത്രയാണ് നോക്കുകയാണെങ്കിൽ എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് എൽ സി. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഓർത്ത് വെക്കുക. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് ഈസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് എൽ സി. എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് ആണ്, അതുപോലെ സി എന്നുള്ളത് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ നടക്കുന്ന എന്താണ്? ടാങ്ക് സർക്യൂട്ടിൽ നമ്മുടെ എനർജി എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഇൻഡക്ടറിലാണെങ്കിൽ മാഗ്നറ്റിക് എനർജി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഹാഫ് എൽ ഐ സ്ക്വയർ. അതുപോലെ കപ്പാസിറ്ററിലാണെങ്കിൽ എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അത് എങ്ങനെയാണ്? ഹാഫ് സി വി സ്ക്വയർ. ഓക്കെ അല്ലേ? പിന്നെ ഇത് എന്ത് ചെയ്യും? ചാർജിങ് ഡിസ്ചാർജിങ് അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യും? ഒരു ഓസിലേഷൻ പോലെയാണ് നടക്കുക. ഓക്കെ, പിന്നെ ഒരു എന്താ പറയാ, ഓസിലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടീഷനാണ് എന്ത്? അല്ലെങ്കിൽ ഒരു സസ്റ്റൈൻഡ് ഓസിലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതാണ് എന്ത്? ബാർഖൂസൻ ക്രൈറ്റീരിയൻ. ഓക്കെ, ജസ്റ്റ് ആ പേര് ഓർത്ത് വെക്കുക. ബാർഖൂസൻ ക്രൈറ്റീരിയൻ പറയുന്നത് നമുക്കൊരു ഫെയ്ത്ത്ഫുൾ ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു സസ്റ്റൈൻഡ് ഓസിലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് കണ്ടീഷൻ? അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ആണെന്ത്? ഇവിടുത്തെ ഫേസ് ഷിഫ്റ്റ് എത്ര ആയിരിക്കണം? 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി. അതിനർത്ഥം എന്താ? ഇൻപുട്ട് എത്രയാണോ അതന്നെ ആയിരിക്കണം എന്ത് വേണ്ടത്? ഔട്ട്പുട്ടിൽ വേണ്ടത്. ഓക്കെ, നേരത്തെ ആംപ്ലിഫയർ പറഞ്ഞ പോലെ അവിടെ എന്തുണ്ടാവാൻ പാടില്ല? ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഒരു ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ ഒരു സസ്റ്റൈൻഡ് ഓസിലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കണ്ടീഷൻ ആണത് ബാർഖൂസൻ കണ്ടീഷൻസ്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഇവിടെ ഫേസ് ഡിഫറൻസ് 0 അല്ലെങ്കിൽ 360 വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ എന്താണ്? ഫേസ് അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതായത് ഒരു രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്തായിരിക്കണം? വി ഇന്നും അതുപോലെ വി ഔട്ടും ഒരേ ഫേസിലായിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഇവിടുത്തെ ലൂപ്പ് ഗെയിന് 1 ആയിരിക്കണം. ഈ പോയിന്റ് ഓർത്തിരിക്കുക. ലൂപ്പ് ഗെയിൻ ഈക്വൽ ടു എ ഇൻറ്റു ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ ഗെയിൻ ആണ്. അതായത് നമ്മളിപ്പോ ഈ ടാങ്ക് സർക്യൂട്ട് കണക്ട് ചെയ്യാതെ ഒരു നോർമൽ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ടല്ലോ, അപ്പൊ ആ ആംപ്ലിഫയറിന് അല്ലെങ്കിൽ ആ ഓപ്പൺ ലൂപ്പ് ഗെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ വാല്യൂ ആണ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചാണ് വി ഔട്ട് ബൈ വി ഇൻ. ഇനി ബീറ്റ എന്നുള്ളത് എന്താണ്? നമ്മളിപ്പോ ഇവിടെ ടാങ്ക് സർക്യൂട്ട് കണക്ട് ചെയ്തല്ലോ, എന്നിട്ട് നമ്മൾ എന്ത് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്കും കൊടുത്തു. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ കറക്റ്റ് അൺഡാംപ്ഡ് ഓസിലേഷൻ കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് ഇവിടെ നമ്മൾ എന്ത് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തില്ലേ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുത്തു. അപ്പൊ ആ ഫീഡ്ബാക്കിന്റെ ഫ്രാക്ഷൻ ആണ് എന്ത് വിളിക്കുക? ബീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ബീറ്റ ഈക്വൽ ടു വി വോൾട്ടേജ് ഓഫ് വി ഫീഡ്ബാക്ക് ഡിവൈഡ് ബൈ വി ഔട്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എന്ത്? നമ്മുടെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഇത് നേരത്തെ പറഞ്ഞ കറണ്ട് ഗെയിനുമായിട്ട് മാറിപ്പോരുത്.
ഈ കേസിൽ ഓസിലേറ്ററിന്റെ കേസിൽ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ ആണ്. അതിന്റെ വാല്യൂ യൂണിറ്റി ആയിരിക്കും. ഓക്കെ അല്ല? അതുപോലെ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ പറയാൻ പറ്റും എന്താ അവിടുത്തെ ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രിയോ അല്ലെങ്കിൽ 360യോ ആയിരിക്കും. ഓക്കെ. പിന്നെ എ എന്നുള്ളത് എന്താണ്? ഇവിടുത്തെ ആംപ്ലിഫയർ ഗെയിൻ ആണ്, അതായത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. അതായത് ഇവിടെ ഫീഡ്ബാക്ക് കൊടുക്കാത്ത സമയത്തുള്ള ഗെയിൻ ആണ് എന്ത്? എ എന്നുള്ളത്. അതിന്റെ വാല്യൂ വി ഔട്ട് ബൈ വി ഇൻ ആണ്. ഇനി എന്ത്? ഫീഡ്ബാക്ക് കൊടുത്തു, ആ ഫീഡ്ബാക്ക് കൊടുത്ത സമയത്തുള്ള ഫ്രാക്ഷൻ ആണ് എന്ത് വിളിക്കുക? ബീറ്റ. അത് പറഞ്ഞാൽ വി ഫീഡ്ബാക്ക് അല്ലെങ്കിൽ വോൾട്ടേജ് ഓഫ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എന്ത്? നമ്മുടെ ബീറ്റ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ്. ഓക്കെ. അത് നമ്മൾ സെമി കണ്ടക്ടേഴ്സിന്റെ ബേസിക് ആയിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സെമി കണ്ടക്ടേഴ്സ് അതേപോലെ എന്ത് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഇൻട്രിൻസിക് പറഞ്ഞു, എക്സ്ട്രിൻസിക് പറഞ്ഞു, അതിൽ തന്നെ എൻ ടൈപ്പും പി ടൈപ്പും പറഞ്ഞു. പിന്നെ പറഞ്ഞതാണ് എന്ത് നമ്മുടെ പി എൻ ജംഗ്ഷൻ, പിന്നെ ബയാസിങ്, ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ് പറഞ്ഞു. പിന്നെ പറഞ്ഞതാണ് നമ്മളെ ഡിഫറെന്റ് അതിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. പിന്നെ ഒരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എൻ പി എന്നും പറഞ്ഞു, പി എൻ പി. പിന്നെ ഇതിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് പറഞ്ഞു, അതിന്റെ ആപ്ലിക്കേഷൻസ്. പിന്നെ അതിന്റെ ഗെയിനിന്റെ കാര്യങ്ങൾ പറഞ്ഞു, കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിൻ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ആംപ്ലിഫയറിലേക്ക് പോയി. ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. സോറി, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ട്രാൻസിസ്റ്ററിന്റെ ആക്റ്റീവ് റീജിയനിലാണ് എന്ത് ആംപ്ലിഫിക്കേഷൻ കിട്ടുക. പിന്നെ പഠിച്ചതാണ് എന്ത് ഓസിലേറ്റർ. ഓസിലേറ്റർ നമ്മൾ മെയിൻ ആയിട്ട് അത് കിട്ടാൻ വേണ്ടി മെയിനായിട്ട് ടാങ്ക് സർക്യൂട്ട് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ എന്ത് ഫീഡ്ബാക്കിങ് കൊടുക്കും. പിന്നെ പോസിറ്റീവ് ഫീഡ്ബാക്കിങ് കൊടുക്കും, നെഗറ്റീവ് അല്ല. ഓസിലേറ്ററിന്റെ കേസിൽ പോസിറ്റീവ് ഫീഡ്ബാക്കിംഗ് ആണ് കൊടുക്കുന്നത്. അതുപോലെ കോമൺ എമിറ്റർ ആംപ്ലിഫയറും അവിടെ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? പിന്നെ ഇതിന്റെ കണ്ടീഷൻ പറഞ്ഞതാണ് എന്ത് ബാർക്കൂസൻ ക്രൈറ്റീരിയൻ. അതിന്റെ കേസ് പറഞ്ഞു എന്താ ഫേസ് ഷിഫ്റ്റ് 0 ആണ് വരിക. അതുപോലെ ലൂപ്പ് ഗെയിൻ 1 ആയിരിക്കും. പിന്നെ പല ടൈപ്പ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് എന്താ എൽ സി ഓസിലേറ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കേസിലാണെങ്കിൽ ഫ്രീക്വൻസി വരുന്നത് F = 1/2π√LC ആണ്. പിന്നെ RC ഓസിലേറ്റർ ഒക്കെ ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. എന്തായാലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യാം, കുറച്ച് PYQs ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത പാർട്ടിൽ